ജ്ഞാനപരാണ് 13, 14, 15. ഗീത ഈ ശരീരഭാവനയാണ് നമ്മെ ദുഃഖിപ്പിക്കുന്നതൊക്കെ. ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ പരിമിത തോന്നുക. പരിമിതത്തിലേ ദുഃഖമുള്ളൂ, പൂർണ്ണൻ എന്ത് ദുഃഖ. അപ്പോൾ പൂർണ്ണനാണ് എന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞു. 3, 4, 5 കർമ്മം കൊണ്ട് എങ്ങനെ ഇത് സാധിക്കുമെന്ന് പറഞ്ഞു. 6, 7, 8 നിർഗുണ ഭക്തിയോട് പറഞ്ഞു. 9, 10, 11, 12 സഗുണ ഭക്തിയോട് പറഞ്ഞു. 13, 14, 15 ബുദ്ധിപരാണ്. എങ്ങനെയാണ് ആത്മാവിനെ വേർതിരിക്കേണ്ടത് പറയാം. അപ്പോൾ അതിലാദ്യം ശരീരഭാവന, ശരീരം ഇതെങ്ങനെയാണ് മാറ്റേണ്ടത് എന്നാണ് ഇപ്പോൾ 13 പറഞ്ഞു വെച്ചത്. അപ്പോൾ ശരീരി മാത്രമേ ഉള്ളൂ, ശരീരം എന്നുള്ളത് സങ്കല്പമാണെന്നാണ് പറഞ്ഞത്. അത് ഒട്ടുമുക്കാലും യുക്തം 13 തെളിയിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം അപ്പം ഉണ്ടാവാവുന്നത്, അതിനാണല്ലോ മറുപടി പറയണത്. ശരീരി മാത്രമേ ഉള്ളൂ, ശരീരം ഇല്ലാത്തതാണ് എന്ന് തോന്നിയാൽ അപ്പോൾ എല്ലാ ശരീരവും ഒരുപോലെ ആവണ്ടേ? ഇവിടെ പലരും പല തരത്തിൽ കാണണമല്ലോ. അതെന്താ അങ്ങനെ വ്യത്യാസം വരുന്നത് എന്ന് ഒരു സംശയം അർജുനനുണ്ടാവുകയാണ്. അർജുനനുണ്ടെന്നുള്ളത് ഭഗവാൻ അറിഞ്ഞിട്ടേ ഉള്ളൂ, ചോദിച്ചിട്ടില്ല കേട്ടോ ഇവിടെ. കാരണം ഞാൻ പറഞ്ഞല്ലോ 12 1-ാമത്തെ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരേപോലെ വരികയാണ്. 14 അതെ നിർത്തിയിട്ടില്ല. അപ്പോൾ ഭഗവാൻ പ്രതീക്ഷിച്ചിട്ടാണ്. ഇപ്പോൾ വൈദ്യുതി ഒന്നേ ഉള്ളെങ്കിലും അതിനെന്താ പലതരത്തിൽ പ്രകാശം വരാൻ കാരണം? നമുക്ക് പലതും കാണുന്നില്ലേ അതിൻ്റെ ഉപയോഗം. അപ്പോൾ പോലെ ആത്മാവ് ഒന്നുകളിൽ എന്താ അങ്ങനെ പല ആളുകളും പലതരത്തിലാവാൻ കാരണം എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അത് ഈ ആത്മാവിൻ്റെ വിഷമം കൊണ്ടല്ല, അത് ഏതൊരു ഉപാധിയിലാണോ നിൽക്കുന്നത് ആ ഉപാധിയുടെ വ്യത്യാസം കൊണ്ടാണ്. ഏതുപോലെ എന്താ എപ്പോഴും പറയാനുള്ളത്, ട്യൂബ് ലൈറ്റും മറ്റ് പലതരം ലൈറ്റുകളും ഡൈനാമോവും ഫ്രിഡ്ജും ഹീറ്ററും ഇലക്ട്രിസിറ്റിക്ക് യാതൊരു വ്യത്യാസമില്ല, ഉപാധിയുടെ വ്യത്യാസമാണ്, വേറൊന്നുമില്ല. അതേപോലെ ഇവിടെ മനുഷ്യനിൽ പലതരം വ്യത്യാസങ്ങൾ കാണുമ്പോൾ ആത്മാവിന് അല്ലെങ്കിൽ ശരീരയ്ക്ക് യാതൊരു വ്യത്യാസമില്ല. 3 ഗുണങ്ങളെ കൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ശരീരം. അതിൻ്റെ ആ റേഷ്യോ അനുപാതത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇവിടെ കാണുന്ന പലതരം ഭേദങ്ങൾ എന്ന് പറയാനാണ് പോകുന്നത്. അല്ലാണ്ട് ശരീരയ്ക്ക് യാതൊരു വ്യത്യാസമില്ല, ഒരേ ആൾ തന്നെ. നമുക്ക് ശരീരമുണ്ട്, മനസ്സുമുണ്ട്, ബുദ്ധിയുണ്ട്. ശാരീരികമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്, മാനസികമായിട്ട് ധാരാളം വ്യത്യാസമുണ്ട്, ബുദ്ധിപരമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരീരത്തിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞു, മനസ്സിനെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഗുണത്രയ വിഭാഗയോഗം എന്നാണല്ലോ പറയണത് 14. എന്താ ഈ ഗുണങ്ങൾ എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം നമുക്ക്. ഗുണം എന്ന് പറയുന്നത് ഒരു തരം ദ്രവ്യമാണ്. വാസ്തവത്തിൽ എനർജി എന്ന് പറയാൻ പാടില്ല, ദ്രവ്യം തന്നെ. ദ്രവ്യം വെച്ചാൽ മാറ്റം വരുന്നത്. എനർജി അങ്ങനെ മാറ്റം വരില്ല. ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസായിട്ട് മാറുന്നില്ല. മറ്റതങ്ങനെയല്ല, മാറും. അതായത് എന്താണ്, തമസ് രജസ്സായിട്ട് മാറും, രജസ് സത്വമായിട്ട് മാറും, ഒക്കെ മാറാൻ സാധിക്കും. അപ്പം മാറ്റം വരുന്നത് അല്ലെങ്കിൽ ചലനമുള്ളത് എന്നർത്ഥമാണ് ശരിക്ക് ഈ ഗുണം എന്നുള്ളതിന്, ഗുണങ്ങൾക്ക്. അപ്പോൾ ഗുണങ്ങളിൽ ആ ഗുണങ്ങൾ തന്നെ എത്രയോ തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരാം. ആ ഗുണങ്ങൾ അതെന്താണെന്ന് പറയാൻ ഇവിടെ ആദ്യത്തെ ശ്ലോകം വായിക്കാം. പരം ഭൂയം പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയ സർവേ പരാം സിദ്ധിമിതോ ഗത. പരം ഭൂയ പ്രവക്ഷ്യാമി, ഇനിയും പരഞ്ചം വിട്ടത് പല കാര്യങ്ങളും ഇനിയും ഒന്നുകൂടി പറയാം. ക്ഷാമി എന്തത്, ജ്ഞാനാനാം ജ്ഞാനമുത്തമം. പലതരം ജ്ഞാനങ്ങളുണ്ട്, അതിൽ ഒരു ഉത്തമമായ ജ്ഞാനമാണ് ഈ ഗുണങ്ങളെ പറ്റി തിരിച്ചറിയുക എന്നുള്ളത്. അത് പറഞ്ഞുതരാം. യജ്ഞാത്വ, യാതൊന്നും അറിഞ്ഞാൽ, മുനയഹ മുനികൾ അല്ലെങ്കിൽ മനസ്സൊതുങ്ങിയവർ, സർവേ എല്ലാവരും, പരാം സിദ്ധിം പരമമായ സിദ്ധിയെ. ഇപ്പം നമുക്ക് ചില സിദ്ധിയൊക്കെ ഉണ്ട്, ആ സിദ്ധിയൊക്കെ പരമമായതല്ല, പരിമിതമായതാ. വ്യത്യാസമുണ്ട്. ഒന്ന് അപരിമിതം, ഒന്ന് പരിമിതം. ആ സിദ്ധി അവർ പരമമായ അപരിമിതമായ സിദ്ധിയെ പ്രാപിച്ചു. ഇതിൻ്റെ വർത്തമാനം അറിഞ്ഞിട്ട് എന്നാണ് പറയണത്.
ജഡമായ അല്ലെങ്കിൽ സാപേക്ഷമായ ഉപാധിയിലൂടെ പ്രകാശിക്കുന്ന ബോധമാണ് ജീവൻ്റെ ഈ ജീവൻ. എന്താണ് ഇത്ര നാനാത്വം ഉണ്ടാവാൻ കാരണം എന്നതിൻ്റെ ഉത്തരമാണ് ഇവിടെ ഈ 14-ാം അധ്യായത്തിൽ വീണ്ടും പറയാൻ പോകുന്നത്. അപ്പോൾ മണ്ണ്, സ്വർണം, വൈദ്യുതി, അങ്ങനെ പല സാധനങ്ങളല്ലോ. ഇവയ്ക്കൊക്കെ പ്രകടനത്തിന് പലതാണ്. മണ്ണെന്നെ കല്ലായിട്ടും മണലായിട്ടും ചളിയായിട്ടും അങ്ങനെ പാറയായിട്ടും കരിങ്കല്ലായിട്ടും എന്തൊക്കെ ഉണ്ട്. അതുമാതിരി തന്നെ സ്വർണം എന്നുള്ളത്, അതായത് കാര്യം ഓർമ്മ ഉണ്ടായാൽ മതി. കാരണം ഒന്നാണെങ്കിലും കാര്യങ്ങൾ അനവധമാവാം. സ്വർണം ഒന്നാണെങ്കിലും പണ്ടങ്ങൾക്ക് കണക്കില്ല. അതുമാതിരി വൈദ്യുതി ഒന്നാണെങ്കിലും അതിൻ്റെ ഉപയോഗത്തിന് കണക്കില്ല. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രകടനം പലത്. മനസ്സിൻ്റെ അല്ലെങ്കിൽ മനസ്സ് പറഞ്ഞ സങ്കല്പത്തിൻ്റെ പ്രവർത്തന ശക്തിയെ ആണ് ഗുണം എന്ന് പറയുന്നത്. ഓരോരുത്തരും അന്വേഷിക്കേണ്ടത് നമ്മളിൽ എന്ത് ഗുണമുള്ളത്. അത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാവും. ഞാൻ സാത്വികനാണോ, ഞാൻ രാജസനാണോ, ഞാൻ താമസ സ്വഭാവമുള്ളതാണോ എന്നുള്ളത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ലേ മനസ്സിലാവാൻ സാധിക്കുള്ളൂ. ഇതുപോലെ ആ ഉപാധിയിൽ കൂടിയല്ലേ ഇലക്ട്രിസിറ്റി എന്താ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ പറയാണ് എന്ത് ഗുണമാണ് ഉള്ളത് പ്രബലം എല്ലാണ്ട് അത് പ്രബലമായത് ഏതാ എന്ന് നോക്കണം. എന്നറിഞ്ഞ് ക്രമത്തിൽ ഗുണാതീതനാവലാണ് ജന്മസാഫല്യം അല്ലെങ്കിൽ മോക്ഷം. 3 ഗണത്തിനെയും അപ്പുറത്ത് കിടക്കുക. കാരണം അവിടെ എന്തില്ല, ഈ 3 1 തുടങ്ങിയാൽ പിന്നെ 2 3 പറഞ്ഞ അനന്തം വരെയാണ്. എന്താവണം, ഒന്നാവണം, ഏകത്വം. പിന്നെ അവിടെ എന്തില്ല, ചലനമില്ല, അല്ലെങ്കിൽ പൂർണ്ണമായി. 2 ഉണ്ടായാൽ തന്നെ വിഷമായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞതിന് കണക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയും. അതിന് വേറെ എന്നുള്ളത് കൈവല്യം, കേവലത. ഒന്ന് മാത്രമാവല്, ശരീര മനസ്സ് ബുദ്ധികളൊക്കെ വിട്ടിട്ട് ആത്മാവ് മാത്രമായി നിൽക്കുക എന്ന പേര് തന്നെയാണ് കൈവല്യം. ഭാഗവതം പറയണത് കൈവല്യക പ്രയോജനം. ഈ ഭാഗവതം പറയണത് ആത്മാവ് മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റതൊക്കെ സങ്കല്പമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലത്തെ കഥയൊക്കെ ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കഥയൊന്നും സത്യമല്ല. സത്യം വെച്ചാൽ പാരമാർത്ഥിക സത്യമല്ല, വ്യവഹാരത്തിന് വേണ്ടി പറഞ്ഞതാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. കൈവല്യം നമുക്ക് തന്നെ ഇനി അപ്പോൾ സാത്വികനാണോ, രാജസനാണോ, താമസനാണോ അവനവനെ നോക്കിയാൽ അറിയും. മാത്രമല്ല ഒരു വ്യത്യാസം കൂടി ഉള്ളത്, ഈ ഗുണങ്ങൾ ദിവസം പ്രതിയല്ല, ചിലപ്പോൾ ക്ഷണം പ്രതി മാറിക്കൊണ്ടിരിക്കും. ഇപ്പം രാവിലെ നമ്മൾ എണ്ണീക്ക് കഴിക്കാൻ എല്ലാവർക്കും അത് സാധാരണ എണ്ണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിക്കുക, ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോവുകയെ. അപ്പോൾ നമ്മളൊരു സാത്വികനാണ്. ആരും അതെ പോയി കണ്ടു കുറച്ച് നേരം കഴിഞ്ഞ് വിളിക്കും, വിശപ്പ് തുറക്കും. വിശപ്പ് വരുമ്പോൾ പിന്നെ സാത്വികമായിട്ട് ഇങ്ങനെ അമഞ്ഞു കുത്തുന്ന പോരാ. അപ്പോൾ എന്ത് വേണം, രാജസം, കഷം നുറുക്കുക, അതുണ്ടാക്കുക, പിന്നെ ഉണ്ടാക്കുക, പലഹാരം ഉണ്ടാക്കുക, പണിയൊക്കെ വേണം. സത്വം ഉണ്ടെങ്കിലും രജസ്സാ വേണം, മുന്തി നിൽക്കുക. അതൊക്കെ കഴിഞ്ഞ് ഒരു 8-9 മണിയാകുമ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ തയ്യാറാക്കി നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കുമ്പോഴേക്കും അപ്പോൾ രജസ് കഴിഞ്ഞു. അപ്പോഴേക്കൊരു ക്ഷീണം വരും. അപ്പോൾ ഒന്ന് ഉറങ്ങണം തോന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കിടക്കണമെന്നെങ്കിലും തോന്നും. അപ്പോൾ കിടക്കുകയും അപ്പോൾ താമസമായി. അപ്പോൾ ഒരാളെ തന്നെ ഒരു ദിവസത്തിൽ തന്നെ സത്വവും രജസ്സും തമസും മാറി 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 വന്നുകൊണ്ടിരിക്കും. അതിൽ അധിക നേരം ആൾ എതിരാന്ന് നോക്കിയാൽ അല്ലെ സാത്വികൻ എന്ന് പറയാം, അത്രേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതിന് ആധിക്യം, ദിവസത്തിൽ തന്നെ പലതിനും ആധിക്യമുണ്ടാവും. അപ്പോൾ അതുമാതിരി വ്യത്യാസമില്ലാതെ പറയാൻ പോകാൻ. ഇത് അറിയണില്ലേക്കാ ഈ വക കാര്യങ്ങളൊന്നും. എനിക്ക് ജീവിതത്തിൽ അധികം നേരം രജസ്സോ തമസ്സോ ഇതറിയില്ലേക്കാ. അവൻ്റെ ജീവിതം വെറുതെ വൃഥാവില്ല. അവനെന്തോ കാട്ടിക്കൂട്ടണു, താൻ എന്താ ചെയ്യണമെന്ന് അവനറിയണില്ല എന്ന് പറയണില്ല. ക്രിസ്തുദേവൻ പറഞ്ഞല്ലോ, ഇവരെന്താ ചെയ്യണമെന്ന് ഇവരറിയില്ല, അവർ മാപ്പാക്കണം പറഞ്ഞ പോലെയാണ്. കാരണം എന്താ അവർ കാട്ടണമെന്ന് അറിയണില്ല. വേണ്ടത്ര, അതായത് ജീവിതം ഫലവത്താകുക വെച്ചാൽ ജീവിതത്തിൻ്റെ ഫലവത്ത് എന്താ,
കൃതാർത്ഥൻ കൃതകൃത്യച്ച ഭാരത ഈ 15-ാം അധ്യായത്തിൽ വരും. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിൽ പ്രശ്നമില്ല നമുക്ക്. മറ്റല്ല മരിക്കാറാകുമ്പോഴാണ് അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു, അപ്പടിയാവുമായിരുന്നു ഇപ്പടിയാവുമായിരുന്നു ദുഃഖ. അപ്പോൾ ചെയ്തതൊന്നും നേരെയായിട്ടില്ല തീർച്ചയായും അല്ലേ. നേരെ മറിച്ച് അങ്ങനെയില്ല, ഞാൻ ദേവരെ ചെയ്തതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഗാന്ധിജിയെ പോലുള്ള ആൾക്കൊക്കെ ഒരു സംശയം ഉണ്ടായിട്ടില്ല. അവസാനം വെടിയൻ പൊട്ടുമ്പോഴും ഹേ രാം ഒരു പ്രശ്നമില്ല. കാരണം നാം വേറെ ഒന്നും നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്ന് പരിഭ്രമമൊന്നുമില്ല. മരണം ഒരു സാരമില്ല അദ്ദേഹത്തിന്, അത് സാധിച്ചു അർത്ഥം. ഇവിടെ വീണ്ടും പറയാമെന്നാണ് പറഞ്ഞത്. എന്താ അർത്ഥം? അതായത് ആ സ്നേഹഭാവം കാണിക്കാനും സംശയം അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് പിന്നെ ഇരിക്കേ ഇനിയും പറഞ്ഞുതരാം എന്ന് പറയുന്ന മാതിരി വീണ്ടും പറയാം എന്നാണ് സ്നേഹഭാവമാണ് കാണിക്കുക. എന്താ പറഞ്ഞത്? ഉത്തമജ്ഞാനം എന്ന് പറയാൻ കാരണം ഇത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന എന്നതിനാലാണ്. ഇതറിഞ്ഞാൽ നമുക്ക് എവിടേക്കാണ് പഠിച്ചാൽ അവിടെ എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പറഞ്ഞത് എന്നറിയണം. മുനയ എന്നല്ലോ മുണ്ട് പറഞ്ഞില്ല ഞാൻ, മനസ്സിനെ ഒതുക്കിയവരെ, അല്ലാണ്ട് ദാടിയും ഒക്കെ വളർത്തി ശാരീരിക വേഷമല്ല, മാനസിക. മനസ്സിനെ ഒതുക്കുക വെച്ചാൽ എന്തില്ല, ചലനമില്ലാണ്ടി. അതിലാണ് മൗനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മൗനാണ്. ശബ്ദം ഉണ്ടാണ്ടിരുന്നാൽ അതിന് നിശബ്ദത എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഇവരങ്ങനെയല്ല, മനസ്സിന് വെക്കുക. അതുകൊണ്ടാണ് മുനികൾ, ആ മുനിമാർ ഇതോ ഗത എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ഇതോ ഇവിടെ വെച്ച് തന്നെ നടക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മരണശേഷമല്ല, ഇതേ ജന്മത്തിൽ ഇവിടെ വെച്ച് തന്നെ ഇത് പ്രാപിക്കാൻ സാധിക്കും. ഗുണങ്ങളെ ഇല്ലാണ്ട് ഇതോ ഗത എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ സാധിക്കുന്നു. അതോ ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ സാധിക്കും. എന്തെങ്കിലും ഒരു കാലത്ത് കിട്ടണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിച്ച് ചെയ്താൽ ഇവിടെ വെച്ചിട്ട് തന്നെ ഇതൊക്കെ സാധിക്കും എന്നും സാധിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ മാറുക? അതിനൊരു ഉദാഹരണം പറയണം. ഇപ്പോൾ ഇന്ന് നിൽക്കുന്ന നിലയിൽ നിന്നൊന്ന് മാറണമല്ലോ. ഒരു ഉദാഹരണമായിട്ട് വീണ്ടും പറയട്ടെ. ഇപ്പോൾ അവിവാഹിതനാണ് ഞാൻ, ആ നില മാറണമല്ലോ ഞാൻ വിവാഹിതനാവാൻ, അല്ലാണ്ട് വയ്യില്ലല്ലോ, സാധിക്കില്ല. പിന്നെ അതുമാതിരി തന്നെ ഞാൻ ദരിദ്രനാണ്, അത് മാറണമല്ലോ ഞാൻ പണക്കാരനാവണമെങ്കിൽ. ഞാൻ കന്യകയാണ്, അത് മാറണമല്ലോ ഞാൻ അമ്മയാവണമെങ്കിൽ. അതേപോലെ ഇപ്പം ഞാൻ എങ്ങനെയാണ്? ഗുണങ്ങൾക്ക് അധീനനാണ്. അതൊന്ന് ഗുണാതീതനാവണമെങ്കിൽ ഞാനൊരു മാറണം. അപ്പോൾ ആ വാസ്തവത നോക്കൂ, ശരീരമൊന്നും മാറിയിട്ടില്ല, നമ്മുടെ സമ്പ്രദായം മാറിയിട്ടുള്ളൂ. അല്ലാണ്ട് ഗുണാതീതം ചെയ്തിട്ട് ആൾ പുതുതായിട്ട് ജനിച്ചു വരുമൊന്നുമില്ല. ഇവിടെ ഉള്ള എന്നും നിലനിൽക്കുന്ന ഇതിനൊരു മാറ്റം വരാം. ഇപ്പോൾ പകല് രാത്രിയാവുക, രാത്രി പകലാവാറില്ലേ? അതുപോലെ തന്നെ അതേ ആൾ തന്നെ ജീവിതത്തിൽ ക്രമത്തിൽ ഈ ഗുണങ്ങളെ മാറ്റി തമസുള്ള ആൾക്ക് രജസ്സുള്ള ആളാവാം, രജസ്സുള്ള ആൾക്ക് സത്വമുള്ള ആളാവാം, സത്വമുള്ള ആൾക്കും തെറ്റി വേണമെങ്കിൽ തമസിലേക്ക് വരികയും ചെയ്യാം. അങ്ങനെ മാറാം. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ ക്രമത്തിൽ പോയി സാത്വികനും അതീതനായിട്ട് സത്വാതീതനായിട്ട് ഇവിടെ വെച്ചിട്ട് സാധിക്കും എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്യമാഗത സർഗേപി ന ഉപജായന്തേ പ്രളയേന വ്യതന്ധിച്ച. ഇതം ജ്ഞാനം ഉപാശ്രിത്യ, ഈ ഇതിനെ ജ്ഞാനത്തെ ഉപാശ്രിത്യ, ആശ്രയിക്കുക, ഉപ്പാച്ച അടുക്ക് ആശ്രയിക്കുക വെച്ചാൽ അത് മാത്രമേ ഉണ്ടാവുക. ആശ്രയമുണ്ടല്ലോ, ചലനമുള്ളതിനൊക്കെ ചലനം ഇല്ലാത്തതാണല്ലോ ആശ്രയം. അതുമാതിരി ഇതിന് ഉപാശ്രിത്യ പ്രളയേന വ്യതന്തിച്ച. ഹലോ, പ്രളയം വെച്ചാൽ നശിക്കല്ലേ, ലയിക്കുക. നശിക്കാൻ പാടില്ല, നശിക്കലൊന്നും ഒന്നില്ല ഇവിടെ. ഒന്നാവുക, എല്ലാം കൂടി ചേർന്നിട്ട് അയാൾ അത് വിഷം ഉണ്ടാവില്ല. സർഗേപിന്ന എന്താണ് ജായന്തേ പ്രളയേപിന്ന വ്യതന്തിച്ച. ഉണ്ടാകുമ്പോഴും അത് ദുഃഖമില്ല, അത് മാറുമ്പോഴും വ്യത്യാസമില്ല. കാരണം അയാൾ സാത്വിക ഗുണത്തിൽ നിൽക്കുകയാണ്, സമത. അപ്പോൾ അയാൾക്ക് ഇതൊക്കെ കാണാൻ കൊണ്ടു അത് സാധിക്കുന്ന അർത്ഥം, പ്രയാസമില്ലാതെ സാധിക്കും. ഇവിടെ ഈ ജ്ഞാനം വഴി ഭഗവാന്റെ സായുജ്യം അല്ലെങ്കിൽ സാധിക്കാമെന്നാണ് പറഞ്ഞു. പിന്നെ സ്വർഗം പ്രളയം ഒന്നുമില്ല, ഇതൊക്കെ സങ്കല്പമാണെന്നുള്ളത് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൻ്റെ സങ്കല്പമാണ്. ഇവിടെ ജീവിത ശരീരമാണ് ഞാൻ പറയുന്നത് പോലും സങ്കല്പമാണ്. പിന്നെ ദേശകാല നിമിത്തം ഇല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല. ആ ദേശവും കാലും നിമിത്തം സങ്കല്പമാണെന്ന് ഇന്ന് ഭൗതിക ശാസ്ത്രം പോലും തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഒരേ
കിഴക്ക് പടിഞ്ഞാറെന്നൊക്കെ പറയുന്നതൊക്കെ ഒന്നിനെ ആസ്വദിച്ച് റിലേറ്റീവ് അല്ലേ, എന്താ അതിന് പറയേണ്ടത്, ആപേക്ഷിതം. ഒന്നിനെ അപേക്ഷിച്ചിട്ട് മറ്റേ ഉള്ളത് പറഞ്ഞാൽ വാസ്തവത്തിൽ രണ്ടുമില്ല. കാരണം അതെ, അപ്പോൾ എന്താണ്, ഭൂമി തിരിയണമെങ്കിൽ ഭൂമിയെ അപേക്ഷിച്ച് തിരിയാത്ത ഒരു സൂര്യൻ ഉണ്ടാവണം, അല്ല പറ്റില്ലല്ലോ, ഇതിനൊക്കെ കാര്യമില്ലല്ലോ. അത് ചന്ദ്രൻ തിരിയണമെങ്കിൽ ചന്ദ്രനെ അപേക്ഷിച്ച് അത്ര വേഗത്തിൽ തിരിയാത്ത ഒരു ഭൂമി ഉണ്ടാകൊണ്ടാണ് ചന്ദ്രൻ തിരിയണം, അല്ലെങ്കിൽ സാധിക്കില്ല. അപ്പോൾ ആപേക്ഷികമാണ് ഇതൊക്കെ വേണമെങ്കിൽ. അപ്പോൾ എന്താ അവിടെ പറഞ്ഞു വരുന്നത്, സങ്കല്പം നമ്മുടെ മാറാനേ ചുണ്ടിയിൽ ഒരാൾ വിളിക്കുക, കുറച്ച് കഴിഞ്ഞാൽ അയാൾ ശാന്തനായിട്ട് കാണാം. ഏതെങ്ങനെയാ വെച്ചാൽ അത് മാറും. അത് കഴിഞ്ഞാൽ ഈ ശാന്തനായാൽ തന്നെ എന്താ ചുണ്ടിരിക്കുന്ന കാണാം. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ എന്തോ കാരണവശാൽ അതിനൊരു കാരണം ഉണ്ടാവും. ഏതായാലും മാറ്റം വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് പോയാൽ പിന്നെ ദ്വേഷം, തീരെ ദേഷ്യമില്ലായിരിക്കുക. എന്നിട്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യം കാണിക്കണമെങ്കിൽ അപ്പോൾ ദേഷ്യയ്ക്ക് അഭിനയിക്കാനേ പറ്റുള്ളൂ. ദേഷ്യമൊന്നുമില്ല, ഞാൻ അഭിനയിക്കുകയൊക്കെ കാണിക്കും, എൻ്റെ ഉള്ളിൽ ഒരു ദേഷ്യം ഉണ്ടാവില്ല. അപ്പോൾ അയാൾക്കെന്തുണ്ട്, ചെറിയ വരെ ഉള്ളിലേ ഈ ദേഷ്യം കാണിക്കാൻ അയാൾക്ക് ചെറിയൊരു കാരണം ഇതൊന്നും ഇല്ലയെന്നുണ്ട്, അയാളെ ബോധ്യപ്പെടുത്താൻ കാണിക്കുക. അതുപോലെ ഈ മഹാത്മാവ് എന്ത് കാണിക്കും, ഈ ലോകത്തിനെ ഇതൊരു അഭിനയാവും അയാൾ കാണിക്കുന്നതൊക്കെ. അയാൾക്കറിയാം ഇതൊന്നും ഇവിടെ ഇല്ല, രജസ്സും ഇല്ല, സത്വം ഇല്ല, തമസ്സും ഇല്ല, ഒന്നുമില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചോളം ഇതൊന്നും ബാധകമല്ല. ഈ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടന്നോട്ടെ, അത് നമ്മെ ബാധിക്കുമ്പോഴാണല്ലോ നമുക്ക് വിഷമം. ബാധകമല്ലാണ്ട് ആർക്ക് എത്ര ഗുണാതീതന് അങ്ങനെ അത് സാധിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണു ഭഗവാൻ, മമയോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. എങ്ങനെയതൊക്കെ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമുക്കൊക്കെ ഈ ജനായത്തത്തിലുണ്ടല്ലോ, ഓരോ വോട്ടാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ പ്രസിഡൻ്റായിട്ട് നിൽക്കണം, നിങ്ങളൊക്കെ വോട്ട് എനിക്ക് തന്നു, ഞാനും എൻ്റെ വോട്ട് വിടും ഞാനാന്നുള്ളത്. ഭൂരിഭാഗം ആളുകളും ഞാനാണ് പ്രസിഡൻ്റ് ആവേണ്ടെന്ന് വോട്ട് ഇടിച്ചാൽ ഞാൻ പ്രസിഡൻ്റായി. അതോടുകൂടി ഞാൻ വെറും ഒരു പൗരനല്ലണ്ടി. കാരണം എൻ്റെ വളരെ ശക്തി വളരെ വർദ്ധിച്ചു. കാരണം അനവധി ആളാണ് ഞാനാണ് പ്രസിഡൻ്റ് ആവണമെന്ന് സങ്കല്പിച്ച്, അല്ലേ, സങ്കല്പമാണല്ലോ സങ്കല്പം. മറ്റേ ആൾ തോറ്റ ആൾക്ക് അത്ര ആൾ സങ്കല്പിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ശക്തി വളരെ വലുതാണ്. സാധാരണക്കാരൻ്റെ പോലെയല്ലല്ലോ പ്രസിഡന്റിന് എന്തൊക്കെ ശക്തിയുള്ളത്. അതൊക്കെ അത് മാത്രമല്ല, ആലോചിച്ചെന്നൊക്കെ ചെറിയ വരും. 5 കൊല്ലത്തിന് അത് കൊടുത്തുള്ളൂ. 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇയാളല്ല പ്രസിഡൻ്റെന്ന് ഇപ്പം തന്നെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പുറത്തേക്ക് പോരാം, വേറെ ആളെ കയറാൻ. അപ്പോൾ ഇയാൾ സാധാരണക്കാരനായി. ഇപ്പോൾ മിസ്റ്റർ നാരായണൻ ഇവിടെ ഇരിക്കുന്ന താമസിക്കുന്ന പോലെയാണ്. പണ്ട് എന്താണ് ഈ 26-നാണ് അയാളാ ചെയ്യേണ്ടത്, ഇപ്പം ഇന്ന് അബ്ദുൽ കലാമ നടക്കുന്നത്. ഇനി നാളെ ഏത് കലാമ വരെ തൊട്ട് നിശ്ചയമില്ല, ശരിയ. അപ്പോൾ ഈ സങ്കല്പിച്ചാൽ എന്തൊക്കെ ശക്തി ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഈ ലോകത്തെ ഇവിടെ പറഞ്ഞു വരുന്നത് തീരുന്നു. ബഹുഭൂരിപക്ഷം സങ്കല്പിച്ചു. അപ്പം നമ്മൾ തന്നെ അമ്പലത്തിൽ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യേണ്ടത് പലത് പറയുന്നു. തന്ത്രി അത് ചെയ്യേണ്ടത് നമുക്ക് പറയാനുള്ളത് മേശാന്തിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. വാസ്തവത്തിൽ അയാൾക്കൊരു വസ്തു അറിയില്ല എന്നുള്ളത് എനിക്ക് പലപ്പോഴും നിശ്ചയുണ്ട്. അയാൾ വെറും സാമാന്യക്കാരൻ, അത് കഴിഞ്ഞാൽ സിഗരറ്റും മുറിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമില്ല. അനവധി ആൾ അയാളെ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞാൽ എന്തായി, അയാൾ തന്ത്രിയായി, മറ്റേ ആൾ മേശാന്തിയായി. അത് മുതലേ മേശാന്തിക്ക് 6 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മേശാന്തിയല്ല, അയാൾ കീഴ്ശാന്തിയല്ല, സാധാരണയായി. എന്താ അതൊക്കെ ചോദിച്ചാൽ സങ്കല്പത്തിന് എന്തിനേയും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അതാണ്. ഇപ്പോൾ ഈ പ്രപഞ്ചത്തന്നെ ഭഗവാൻ സങ്കല്പിച്ചപ്പോൾ ഉണ്ടായി, സങ്കല്പമില്ല, എല്ലാം വെറും സങ്കല്പശക്തി മാത്രമാണ്. വെറും വിശ്വാസം ചെയ്യാൻ പോരാ, അത് താഴെയാണ്. സങ്കല്പം വിശ്വാസം കുറച്ച് വിശ്വാസമുണ്ട്. വിശ്വാസം മൂഢത്വമാവാം, സങ്കല്പം അതെ മധ്യനോ വിശ്വാസമല്ലത്, അത് ശാസ്ത്രമല്ല. ഇവിടെ എവിടുന്നാണ് ഉണ്ടാക്കിയത്? ഈ പ്രകൃതിയെ മഹത് ബ്രഹ്മ എന്ന് പറയാൻ കാരണം സമഷ്ടി സങ്കല്പമാണ്. ആര്? ഈ പ്രകൃതി. അല്ലേ നല്ലൊരു വാക്കുണ്ട് ഇതിൽ. ഭഗവാനെ ഹിരണ്യഗർഭൻ എന്നാ പറയാം. ആദ്യം ഉണ്ടാക്കണ ബ്രഹ്മാവിന് ഹിരണ്യഗർഭൻ. അതെന്താ?
ഹിരണ്യം ചില സ്വർണ്ണമാണ്. അതിൽ ഗർഭം ഉണ്ടാച്ചാൽ ആ സ്വർണ്ണത്തിൽ നിന്ന് എത്ര ആയിരം പണ്ടങ്ങൾ പണിയുണ്ടാക്കാമല്ലോ. അതുമാതിരി ബ്രഹ്മാവ് എന്നത് ഒരു തരം സ്വർണം വലിയാണ്. അതിന് എന്തൊക്കെ പണിയുണ്ടാക്കാം സങ്കല്പം കൊണ്ട്. സ്വർണ്ണത്തിൽ നിന്ന് പണ്ടങ്ങളൊക്കെ സങ്കല്പം കൊണ്ട് ഉണ്ടാക്കില്ലേ. അതുകൊണ്ടാണ് ഭഗവാൻ അദ്ദേഹത്തിന് എന്ത് പറഞ്ഞത്, ഹിരണ്യഗർഭൻ എന്നുണ്ട്. നല്ല വാക്കാ. വാസ്തവല്ല, ബുദ്ധിയുടെ ദേവതയാണെന്നാണ് വെച്ചിട്ടുള്ളത് ഈ ബ്രഹ്മാവിനെ. അപ്പം ആദ്യം ആരാ ഉണ്ടാക്കുന്നത്? ഈ ബുദ്ധി ഗുണങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത് ബുദ്ധിയാണ്. ആ ഹിരണ്യഗർഭനാണ് ഇത് കണ്ട് സ്വർണ്ണത്തിൽ നിന്ന് പണ്ടം ഉണ്ടാക്കണ പോലെ അങ്ങനെ. എങ്ങനെയാ ഈ ഗർഭാധാനം? എങ്ങനെയാ പറഞ്ഞില്ലേ, ഞാനാണ് ഗർഭാധാനിയാണ്. കണ്ണാടി എന്നൊക്കെ പ്രകൃതി അല്ലെങ്കിൽ കണ്ണാടി അല്ലേ, ഒരു ചൈതന്യം വന്ന് വീണാൽ, അപ്പം അതിലൊരു പഫ വീണാൽ അതൊന്നും വേണമല്ലോ ഇങ്ങോട്ട് പൊന്തി വരാൻ. അതുപോലെ ഇപ്പോൾ ഭഗവാന്റെ ഈ ശക്തി ഏതെങ്കിലും ഒരു ഹിരണ്യഗർഭനിലോ എന്തെങ്കിലും ഒന്ന് തട്ടിയിട്ട് അപ്പോൾ പല പ്രഭ വരും. ഇതേപോലെയാണ് ഈശ്വരൻ ഈ ഭഗവാന്റെ നിർഗുണനായ ഭഗവാന് സഗുണനായ ഹിരണ്യഗർഭനിലെ പ്രഭ തട്ടുമ്പോൾ പല ദിക്കിലും തിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവുന്നത്. എങ്ങനെയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്, സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജപ്രദപിത. അങ്ങനെയൊക്കെയാണെങ്കിലും ജനനം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതോ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബൾബുണ്ട്, കാര്യങ്ങളുണ്ട്, സ്വിച്ചൊക്കെ ഉണ്ട്. അത് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തി. ഇതുപോലെ ജനനം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഒക്കെ സങ്കല്പം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്വിച്ച് ഇട്ടാൽ എന്ന് പറഞ്ഞാൽ അധികം നല്ലോണം സങ്കല്പിച്ചാൽ അപ്പം കണ്ടുണ്ടാവുകയും ഈ ലോകം മുഴുവൻ. എങ്ങനെയാണോ ഇവിടെ ഈ ബൾബിലൊക്കെ ഇരിക്കുന്ന പോലെ സ്വിച്ച് ഇട്ടാൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുള്ളൂ. ഭഗവാനെ സങ്കല്പിച്ചാൽ പ്രപഞ്ചമായി. സ്വിച്ച് ഓഫ് ചെയ്താൽ ഭഗവാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നതും സുനാമിയും സുനാമിയും ഒന്നും ഒരു സാരമില്ലെന്ന് അർത്ഥം. കാരണം ഭഗവാന്റെ ഇത് സ്വിച്ച് ഇട്ടു, അപ്പം സുനാമി വന്നു. വേറെ സ്വിച്ച് ഇട്ടാൽ പോയി ഇത് പൊട്ടി. ഇത് പ്രവചിക്കാമെന്നൊക്കെ പറയുന്നു. ഒരു വസ്തു പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പരമാർത്ഥം. വെറുതെ പറയണം. കാരണം എന്താ ഭഗവാൻ സങ്കല്പിക്കാൻ പോകുന്നത് ഇയാൾക്ക് ഇഷ്ടമുണ്ടോ? ഭഗവാന്റെ സങ്കല്പം ഇയാൾക്ക് എങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്? അപ്പോൾ പ്രകൃതിയെ ഒരതിര് വരെയൊക്കെ മനസ്സിലാക്കാം ഇല്ലേ. ഇപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ അതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്, അതിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? അത് ഒരതിര് വരെ നമ്മുടെ കഴിവിനനുസരിച്ച്. ഈശ്വരൻ്റെ ഇത് വന്നാൽ ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നുമില്ല, ഒക്കെപ്പാട് കൂടെ ഒറ്റ മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അത് ഭഗവാനെ നമ്മൾക്ക് അതിൻ്റെ ഒരു ചെറിയ അംശമുണ്ട്, അത് സാധിക്കും. അപ്പോൾ ഈ ബൾബ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ക്ഷേത്രം എന്ന് നോക്കിയാൽ അതിൽ കത്തുന്ന ഈശ്വരനെ വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. വൈദ്യുതി രണ്ടും ഉണ്ടെങ്കിലേ ലൈറ്റുള്ളൂ. ക്ഷേത്രജ്ഞനും വേണം, ക്ഷേത്രവും വേണം, എന്നാലേ ഉണ്ടാവുള്ളൂ. ഈ ഞാൻ പറഞ്ഞ വെറും ബൾബ് അത് ഫ്യൂസാണ്, അതിലൊന്നും കഴിയില്ലല്ലോ. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ശക്തി വരണ്ടേ, അതാ പറഞ്ഞൂടെ. ഈ പുരുഷൻ്റെ വീര്യം ഇല്ലാതെ സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ പറ്റില്ല. പ്രപഞ്ചം എന്താണെന്ന് പറഞ്ഞു വരാൻ ത്രിഗുണങ്ങളും കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ സങ്കല്പമാവുന്ന ശക്തി വന്നാൽ പ്രകൃതിക്ക് അപ്പോൾ പലതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതില്ലെങ്കിൽ പ്രകൃതിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിനെ ക്രിസ്ത്യാനികൾ ഈശ്വരനെ സ്വഗർത്ഥനായ പിതാവ് എന്ന് പറയും അല്ലോ. ആ പിതാവാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ ഗീത എത്രയോ കാലം മുമ്പ് തീർന്നു ആ പിതാവ് ഉണ്ടാവുകൊണ്ടാണ് ഇതൊക്കെ. ഇവിടെ സ്വർഗസ്ഥനായ പിതാവെന്ന് പറയാണ്ടേ ആ പരമമായ ചൈതന്യമാണ് ഇതിനൊക്കെ കാരണം എന്ന് എത്രയോ കാലം എന്താ ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു. ഞാനുണ്ടെങ്കിൽ ബാക്കിയല്ലാണ്ട്, പിതാവില്ലാണ്ട് പുത്രനും മറ്റൊന്നും കാര്യമില്ല. ആ പിതാവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ പൂർണ്ണത അല്ലേ. അതെ ഉത്ഭവം, അത് നിരപേക്ഷമാണ്. മറ്റതൊക്കെ പുത്രനൊക്കെ സാപേക്ഷമാണ്. അങ്ങനെ സാധിച്ചിട്ടേ സാരക്കുള്ളൂ എന്ന് പറയണം. ഇനി ആ ഇതിൻ്റെ കണക്ക് പറയാം. സത്വ രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബന്ധി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. സത്വം രജസ് തമ എന്ന ഗുണങ്ങൾ 3 എണ്ണം.
വിവേകാനന്ദ സ്വാമി ഇതിന് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. തമസ് എന്ന് പറഞ്ഞാൽ റിപ്പൾഷൻ, ഒന്നും വേണ്ട. രജസ് എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ, എല്ലാവരും വലിക്കുക. മറ്റേത് സത്വം എന്നുള്ളതിന് ഇക്വിലിബ്രിയം. ഇങ്ങനെ 3 എണ്ണം. ഇതുകൊണ്ടാണ് ഈ ലോകം നിൽക്കുന്നത്. ഇതിൽ ഈ ലോകമില്ല. അപ്പോൾ ഈ ചലനം ഉണ്ടാവുന്നത് എന്താണ്? റിപ്പൾഷൻ, അട്രാക്ഷൻ, ഇക്വിലിബ്രിയം. ഇത് 3 ഇത് തന്നെയാണ് അത്രേ. ഇപ്പോൾ നമ്മളിൽ ഈ അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു ഓരോ ആറ്റത്തിലും. അതിൽ തന്നെ പ്രോട്ടോൺ എന്ന് പറയുന്നത് ഈ തമസ്സാണ്. ഇതിനെ 2 ഭാഗമാക്കുന്നത് ന്യൂട്രോൺ. വളരെ ശരിയാണ്, ന്യൂട്രോൺ ഒക്കെ. അപ്പോൾ ഓരോ സെല്ലിലും ഓരോ ആറ്റത്തിലും ഈ 3 ഗുണങ്ങളുണ്ട്. ഇതാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണമെന്നൊക്കെ ഇപ്പം ശാസ്ത്രം കണ്ടുപിടിക്കുന്നു എന്നോ ഇവിടെ പറയുന്നു ഭഗവാൻ. ഇതുണ്ടാവുകൊണ്ടാണ് സാധിക്കുക. അതിൽ സത്വം രജസ്തമ ഇത് ഗുണ പ്രകൃതി സംഭവ. പ്രകൃതി പ്രകർഷേന കരണം ചെയ്ത് മാറ്റം വരുന്നത്. അതിൽ നിന്നാണ് ഭവിക്കുക ഉണ്ടാവുക. സംഭവിക്കുക വെച്ചാൽ വേണ്ട പോലെ ഉണ്ടാവുക. അപ്പോൾ സംഭവം, അവിടെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്തോ നടന്നു എന്നർത്ഥമാണല്ലോ. അസംഭവം വിചാരിക്കാൻ നല്ല സംഭവമാണ് അല്ലെങ്കിൽ ചെയ്ത സംഭവമാണ്. ഏതായാലും സംഭവം എന്ന് പറയുക സംസ്കൃതത്തിൽ വാക്കിന് തന്നെ രസികത്വമുണ്ട്. നിനക്ക് സത്വം രജസ്തമ ഇത് ഗുണ. അത് എവിടെ നിന്നാണ്? പ്രകൃതി സംഭവ. പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടായത്. നിബന്ധി ബന്ധിക്കുന്നു. മഹാബാഹുവച്ച അർജുന ദേഹേ ദേഹത്തിൽ ദേഹിനം ദേഹത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേഹിനിയെ. ആരാണ്? അവ്യയം. ദേഹത്തിന് വ്യയുണ്ട്, മാറ്റം വരും, മാറിയുണ്ട്. ഈ ദേഹിക്ക് മാറ്റമില്ല, അവ്യയം. എത്ര പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് ബോധിക്കാൻ വേണ്ടി പറയണം. എന്തൊക്കെ കഴിഞ്ഞാലും ഇലക്ട്രിസിറ്റി പോയാൽ ഉപാധി എത്രയായാലും ബൾബ് കുറെ കഴിഞ്ഞാൽ ഫ്യൂസാവും. ഇലക്ട്രിസിറ്റി ഫ്യൂസ് ആവില്ല. ഇലക്ട്രിസിറ്റി ഇപ്പോൾ ചിലപ്പോൾ ഡൈനാമോ ഉണ്ടാവും, അത് കുറെ കഴിഞ്ഞാൽ കഴിയും. പക്ഷെ അത് ഈ പ്രകൃതിയിൽ വീണ്ടും നിൽക്കുക, വീണ്ടും ആറിനെ പിടിക്കാം. ഇലക്ട്രിസിറ്റിക്ക് വ്യയം എന്നുള്ളതില്ല. അതുമാതിരി ഒന്നിനും വ്യയം. ഈശ്വരൻ്റെ അവ്യയം ആണല്ലോ ഭഗവാൻ. ആ ഭഗവാന്റെ ശക്തികൾക്ക് തന്നെ അവ്യയത്തുണ്ടെങ്കിൽ പിന്നെ ഭഗവാന്റെ കഥ പറയില്ല. ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ധരിക്കണം ബോധം എന്നാണ് അർത്ഥം. പ്രജ്ഞാനം ബ്രഹ്മ. ബോധമുണ്ടോ? എല്ലാം ഉണ്ട്. ബോധമില്ലേ? ഒന്നുമില്ല. ഇത് അതെ, ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ ശേഷം അർജുനന് യാതൊന്നുമില്ല. കാരണം ആ ശ്രീകൃഷ്ണൻ്റെ ബോധശക്തിയുടെ ഇതുകൊണ്ടാണ് ചെയ്തത്. ചരിത്ര കഥകളൊക്കെ തന്നെ അർത്ഥം. ആ ബോധമുണ്ടോ? എല്ലാം ഉണ്ട്. അതായത് നിരപേക്ഷം, സാപേക്ഷം. ലോകം മുഴുവനും സാപേക്ഷം, ഈശ്വര നിരപേക്ഷം. അതുണ്ടെങ്കിൽ സാധിക്കുള്ളൂ. ദേഹിനം അവ്യയം. ഇനി ഇവിടെ ഓരോ ഗുണങ്ങൾ എങ്ങനെയാണ് എന്ന് പറയാൻ പോവാണ്. അടുത്ത ശ്ലോകം 6. ഒരു ഗുണം തത്ര സത്വം നിർമ്മലത്വാൽ പ്രകാശമനാമയം. അല്ലേ? നിബധ്നന്തി മഹാബാഹോ. അല്ല, സുഖസംഖ്യേന ബധ്നാതി ജ്ഞാനസംഖ്യേന ചാനക. വെറുതെ ഈ സംസ്കൃത ശ്ലോകം വായിച്ചാൽ തന്നെ ഞാൻ അതൊന്നിരുന്ന അർത്ഥം പറയാം. ആദ്യം തത്ര ഏതിൽ? അവിടെ, അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ സത്വം എന്നുള്ള ഗുണം നിർമ്മലത്വാൽ മലമില്ല എന്ന് പറഞ്ഞാൽ ഇളക്കല്ല. അവിടെ അപ്പോൾ നിർമ്മലത്വാൽ പ്രകാശകം, അത് പ്രകാശം ഉണ്ടാവും. അനാമയം, അതിന് സുഖക്കട രോഗം നടത്താണ്. ആമയം അതില്ല. കാരണം അനക്കണ്ടാവുമ്പോഴേ രോഗങ്ങളൊക്കെ വരാൻ വയ്ക്കൂ. അതില്ല. അതെന്ത് ചെയ്യുന്നു? സുഖസംഖ്യേന. നമ്മളെ സുഖം വേണം എന്നൊക്കെ തോന്നിക്കുന്നത് സത്വമുള്ളപ്പോഴാണ്. പത്നാദി അത് തന്നെ എന്താണ്? ജ്ഞാനസംഖ്യേന. അതിൽ അറിവുണ്ടാവും. അനഘ പാപമില്ലാത്ത അർജുന എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് എഴുതി തന്നെ ഒന്ന് വായിച്ചു തരാം. ഗുണത്തിൻ്റെ പ്രകടനം കണ്ടുവേണം അതിനെ നിർവീര്യമാക്കുവാൻ. ഓരോന്നിൻ്റെ അതിൻ്റെ കാര്യം അറിയണ്ടേ? രജസിൻ്റെ ഇളക്കം, ചലനം, തമസിൻ്റെ ചളി, ഇത് രണ്ടും ഇല്ലാത്തതാണ് സത്വം.
നമ്മൾ ഈ പ്രസാദം എന്നുള്ളതിനെ പറ്റി പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ പ്രസാദം 2 കാര്യമാണ്. പ്രസാദം ഇപ്പോൾ വെള്ളം നല്ല വെള്ളമാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൽ ചളി ഉണ്ടാവാൻ പാടില്ല, 2 അതിന് ഇളക്കുണ്ടാവാൻ പാടില്ല. എന്നാൽ അതെന്തായി നിർമ്മല ശുദ്ധ വെള്ളമാണ്. അതുപോലെ ഇപ്പം ഈ മനസ്സിൽ എന്തുണ്ടാവാൻ പാടില്ല, ആഗ്രഹങ്ങളാവുന്ന ചളി ഉണ്ടാവരുത്. മാത്രമല്ല നമുക്ക് മനസ്സിൻ്റെ ചലനം ഉണ്ടാവരുത്. ഇത് രണ്ടും ഉണ്ടായാൽ സാധിക്കും. ഈ കാര്യം ഞാൻ പലപ്പോഴും ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ കേമാത്തം തോന്നുന്നത്. ഭഗവത്ഗീതയിൽ 2 ശ്ലോകങ്ങളുണ്ട്, 52ഉം 53. അവിടെ യഥാതേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യസി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ സ്വതസ്യ ച ശ്രുതി വിപ്രപതിയന്നാതെ യഥാസ്ഥാസ്യസി നിശ്ചല സമാധാവചല ബുദ്ധിസ്തഥാ യോഗമവാപ്സ്യസി. വളരെ പല ദിക്കിലും അത് ആവശ്യം വരുന്നുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഇത് കാര്യം പറയുന്നത്. എന്താ ആദ്യം പറയുന്നത്, എൻ്റെ യഥാതേ മോഹകലിലം, മോഹം എന്നുള്ളതാണ് എൻ്റെ കലിലം അല്ലെങ്കിൽ ചളി ശരീരത്തിൽ. യഥാതേ മോഹലം ബുദ്ധിർ വ്യതിതരിഷ്യതി, അത് ബുദ്ധി എന്ന് പോണു. തഥാ ഗന്ധാസി നിർവേദം, അപ്പം നിനക്ക് സമാധാനവും. അപ്പോൾ ഈ ചളിയാണല്ലോ ഉണ്ടാവുന്നത്, അത് ആദ്യം വേണം. രണ്ടാമത് അതോ ചെയ്യേണ്ടത് ഇതോ ചെയ്യേണ്ടത്, അതോ ശരി ഇതോ ശരി സംശയം വരും. അതിലൊരു ഉറപ്പ് വരണം. അതിന് പറയണത് ചലനമില്ലാണ്ടാവാം. രാമായണത്തിൻ്റെ കഥ പറഞ്ഞത് ഒരിക്കലും പറയട്ടെ. ലക്ഷ്മണൻ ശ്രീരാമൻ്റെ കൂടെ പോണ്ടത് വെച്ചു, വളരെ നല്ലത് വാൽമീകി അദ്ദേഹത്തിനെ ബഹുമാനിച്ചു. അച്ഛനെ നോക്കില്ല നല്ലതെന്ന് തീരുമാനിച്ചു. ഇവിടെ നിന്ന് അതും ഉണ്ടാവും, ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. അതുമില്ല, അങ്ങേപ്പുറത്തും വയ്യ, അങ്ങനെ വരും. നമുക്കൊരു ഉറപ്പില്ല. ഇതല്ല സത്വത്തിന് എന്താണ്, ഒരു ഉറപ്പുണ്ട്. അപ്പോൾ നിന്നത് ചെയ്ത് അപ്പം ഇത് 2 സാധിച്ചാൽ പിന്നെ എന്തായി, മനസ്സിന് പിന്നെ ചലനമില്ല. മനസ്സിന് ചലനമില്ല, സത്വമായി. സത്വമായാൽ പ്രകാശമായി, നമുക്ക് സമാധാനമായി. അതാ പറഞ്ഞത്. 2 ഇളക്കം, ചലനം. ഇവൻ്റെ ചലിയുമില്ല. ഇതാണ് മനസ്സിൻ്റെ പ്രസന്നത, പ്രസാദം. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ ചലി. ആദ്യം മനസ്സിലാണ് ഈ തമസ് ഉദിക്കുന്നത്. ഞാൻ പൂർണ്ണനല്ല എന്ന അറിവുകേടാണല്ലോ എനിക്ക് കിട്ടണം എന്ന് തോന്നലുണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ അറിവുകേട് ഞാൻ അപൂർണനാണ് എന്ന താമസിക ഭാവന. ഈ തമസ് വെച്ചാൽ എന്താ, വെളിച്ചത്തിൻ്റെ കുറവാണ്. ഇരുട്ട് വെച്ചിട്ടൊരു സാധനമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഞാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഈ വെളിച്ചവും ഇരുട്ടും വ്യത്യസ്ത സാധനങ്ങളാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. അപ്പോൾ വെളിച്ചമില്ലെങ്കിൽ ഇരുട്ടില്ലെങ്കിൽ വെളിച്ചെന്ന് ഞാൻ ധരിച്ചത്. അപ്പോൾ അത് തന്നെ വിപരീത. ഞാൻ നാരായണ ഗുരുസ്വാമിയുടെ പുസ്തകം വായിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയല്ല, ഇരുട്ട് എന്നുള്ളൊരു വസ്തുതയല്ല, വെളിച്ചത്തിൻ്റെ അഭാവത്തിൻ്റെ പേരാണ് ഈ ഇരുട്ട്. കാരണം ഇരുട്ടിന് ഒരു സ്രോതസ്സില്ല. സൂര്യൻ മറയുമ്പോൾ ഇരുട്ടുണ്ടെന്ന് തോന്നുക അല്ലേ? സൂര്യൻ ഉദിച്ചാൽ ഇരുട്ടിനൊരു സ്ഥാനമില്ല. കാരണം പ്രകാശത്തിൽ അതുമാതിരി ഈശ്വര ഭാവന ഉണ്ടായാൽ പിന്നെ മറ്റു ഗുണങ്ങൾക്കൊന്നും ഒരു വിലയില്ല. വളരെ വളരെ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. എൻ്റെ വിചാരം ദ്വന്ദ്വെന്നാ, വെളിച്ചവും ഇരുട്ടും അല്ല. വെളിച്ചം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ വെളിച്ചത്തിൻ്റെ അഭാവം, ആ എന്താണ് ഒരു തടസ്സം വരിക, അപ്പോഴാണല്ലോ നിഴല് വരിക, അല്ലെങ്കിൽ സാധിക്കില്ല അർത്ഥം. ഇത് വളരെ പ്രധാനമായിട്ട് കാര്യമാണ്. ഈ മനസ്സിൽ എന്തുണ്ടാവുന്നു, ഞാൻ ആത്മാവല്ല ശരീരമാണെന്നുള്ളത്. അപ്പോൾ ആത്മാവ് മറഞ്ഞുല്ലോ, അപ്പോൾ ഇരുട്ടായി. അപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് കിട്ടണം, ഇന്നത് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇത് വരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പൂർണ്ണനാണെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് ആഗ്രഹം ആവശ്യമില്ല. ആ ആദ്യം ഭാവന വരുന്നത് ഞാൻ ഈ സങ്കുചിതമായ ശരീരമാണ് എന്ന ഭാവന. അപ്പോൾ ആണ് അതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദുഷ്പ്രവൃത്തി ചെയ്യുന്നത്. അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് അത് ആദ്യത്തെ തമസ്. ദുഷ്പ്രവൃത്തി നമ്മൾക്ക് എന്തായി, രജസായി. അത് രജസ്സാണ്. ഇതാണ് പാപം. അതായത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ട് പിന്നെ ദുഃഖിക്കുക. അതാണല്ലോ പാപം. ഒരു പ്രവൃത്തിയല്ല. നമ്മൾ വേണ്ട മാതിരി ചെയ്തു ഒരു കുട്ടിയെ 2 അടി അടിക്കേണ്ടി വന്നു പഠിക്കാൻ വരികയാണ്. അതിൽ ഒരു പാപവുമില്ല. കാരണം അടിക്കാനല്ല മോഹി, അവൻ പഠിക്കാനാ. അതിന് അതെ അവിടെ അത് ശിക്ഷണമാണ് വാസ്തവത്തിൽ, അത് ശിക്ഷയല്ല. വളരെ വ്യത്യാസമാണ് ശിക്ഷണവും ശിക്ഷയും കൊണ്ട്. അത്ര മനസ്സിൽ അടിക്കുള്ളൂ. ഒരു പരിഭ്രമം ഉണ്ടാക്കുക
അത്രേ ഉള്ളൂ പഠിക്കാൻ വേണ്ടി. ഇങ്ങനെ ഈ മടി പോവാൻ, അല്ലാണ്ട് ശിക്ഷിക്കില്ല. പോലീസുകാരൻ്റെ അടി അങ്ങനെയല്ല. അയാൾക്ക് ശിക്ഷണമൊന്നുമില്ല, അയാളുടെ ശിക്ഷയാണ്. അതുകൊണ്ട് ആൾക്ക് ഇഷ്ടമല്ല. ഗുരുനാഥിനെ ഇഷ്ടമാണ്. ഗുരുനാഥിനും അടിക്കുന്നു, പോലീസുകാരനും അടിക്കുന്നു, അല്ലെങ്കിൽ അമ്മ അടിക്കുന്നു, വേറെ പുറമെ സ്ത്രീ അടിക്കുന്നു. എത്ര വ്യത്യാസമുണ്ട്? അമ്മ അടിച്ചാൽ സന്തോഷമാണ്. പിന്നെ അമ്മ നല്ലതിനാന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വേണമെങ്കിൽ ആദ്യം ഈ മനസ്സിലാണ് വരിക, എന്നിട്ട് വേണം ദുഷ്പ്രവൃത്തി ചെയ്യുക. ഇതാണ് പാപം. സത്വത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഇതിനൊക്കെ കാരണം സത്വത്തിൻ്റെ വെളിച്ചമുണ്ടല്ലോ, അതിൻ്റെ കുറവാണ് പാപം. എത്ര കണ്ട് സത്വം കുറയണോ അത്ര കണ്ട് പാപം കൂടും. മൊത്തം കുറയണ അതിന് പാപം കൂടുമല്ലോ. സത്വം പോലും ഒരു കയറാണ്. അതുകൊണ്ടുണ്ട്. കാരണം അതിലും ഒരു അഹംഭാവം എന്നുള്ളൊരു കാര്യം വരും. ഞാൻ കേമനാണെന്നുള്ളത് അതൊരു ഒരു തരം ചലിയാണ് അല്ലേ. ഞാൻ മേലെയാണെന്ന് പറയുമ്പോൾ മറ്റേ ആൾ മേലെയെല്ലാം തോന്നുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആത്മശക്തി തീർന്നു, ആത്മാവ് ഒന്നാന്നുള്ളത് തെറ്റിദ്ധരിച്ചു. അപ്പോൾ സത്വത്തിനും ഇങ്ങനെ ഒരു അപകടം ഉണ്ട്. എങ്കിലും എന്താ കാര്യം പറയാൻ വെച്ചാൽ 3 ഇവിടെ ത്രിഗുണാതീതാവനാ പറയണതേ, എല്ലാ ഗുണമല്ലോ. അപ്പോൾ എന്താ പറയുക, ഈ തമോ ഗുണം നിൽക്കുക. ഉദാഹരണത്തിന് ഉണ്ട്, ഇരുമ്പ് ചങ്ങല കൊണ്ടുള്ള ആമം പോലെ, അതൊരു അവമാനമാണ്, തുറന്നാണ്. സത്വഗുണം ഇരിക്കുക, അത് സ്വർണ്ണം കൊണ്ടുള്ള ചങ്ങലയാണ്. അത് നമുക്ക് അങ്ങനെ 2 ഇത് കണ്ടിട്ട് കയ്യിൽ കെട്ടിയിട്ട് സ്വർണ്ണം തോന്നി വെച്ചാൽ സന്തോഷമാണെന്നാൽ ഞാൻ പോണു പറഞ്ഞു. കാരണം അവന് സ്വർണ്ണത്തിൻ്റെ ഒരു മോഹമുണ്ട്. വാസ്തവത്തിലും ആമം തന്നെയാണ് അല്ലേ. പക്ഷേ സ്വർണ്ണം കൊണ്ടാണ് എന്ന് പറയുമെങ്കിലോ അതൊരു ബഹുമാനമായിട്ട് തോന്നുക. അതും വയ്യെന്നർത്ഥം ചങ്ങല. കാരണം ഒന്നിരുമ്പ് കൊണ്ടെന്ന അത്ര ഭേദങ്ങൾ എന്നുള്ളത് പൂന്താനം പറയുന്നുണ്ട്. ഇപ്പം ഞാനൊരു സാത്വികനാണെന്ന് പറയുന്നത് പോലും ഒരു ചങ്ങലയാണ്. കാരണം ഞാൻ ഗുണാതീതനെന്ന് പറയണം. അപ്പോൾ ആ ചങ്ങലയും പാടില്ല, എന്നാലേ ഇവിടെ സാധിക്കുള്ളൂ. രജസിനെ പറ്റിയാണ്. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗ സമുദ്ഭവം നിമഗ്നതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനാം. രജസ്സുകാരന് എന്താ അഭ്യാസം വെച്ചാൽ അയാൾക്ക് വെറുതെ ഇരിക്കാൻ വയ്യ, എന്തെങ്കിലും ഒരു പണിയെടുത്ത് കൊണ്ടിരിക്കണം. അത്ര ശക്തിയുണ്ട് ഇതുണ്ട് അയാൾക്ക്. എന്തുണ്ടാവുന്നു, തൃഷ്ണ എന്ന് വെച്ചാൽ ദാഹം. ഈ ദാഹത്തിന് തന്നെ വ്യത്യാസമുണ്ട്. തൃഷ്ണ എന്ന് പറഞ്ഞാൽ വെറും ദാഹമല്ല, എന്തെന്നില്ലാത്തൊരു ദാഹം. എത്ര കിട്ടിയാലും പോരാന്നുള്ളത്. ഈ രജസ്സിന് പിന്നെയും വരും. അങ്ങനെയാണ് ആ ദാഹത്തിനാണ് ദാഹം. വെള്ളത്തിനായി അതിലെന്ത് ചെയ്യും, ദാഹമുള്ള ആൾ എവിടെയാണ് വെള്ളം കിട്ടുന്നത്, പരക്കം പോയല്ലോ. അതുപോലെ എങ്ങനെയൊക്കെ അതിലാണ് കേമനാകുക എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾ പരക്കം പോയും. വെറുതെ ഇരിക്കാൻ പറ്റില്ല, പായും. സാധനം കിട്ടിയൊരിക്കുക വെള്ളം, സംഘം, അപ്പോൾ സന്തോഷം തോന്നും. അത് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അരി കിട്ടണം തോന്നും. കുറച്ച് നേരത്തിന് ഈ രജസ്സുകാരൻ്റെ ബുദ്ധിമുട്ടതാണ്. അയാൾക്ക് പൊറുതിയില്ല, പൊറുതിയില്ലെന്ന് പറയും നമ്മൾ. കാരണം ഞാൻ എന്താണ് ഈ അട്രാക്ഷനല്ലോ, വരണം, കിട്ടണം എന്ന് വിചാരിക്കണം. 10 കിട്ടുകിൽ 100 മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ചിലരെ കാണാം. ചിലർക്കല്ല, കിട്ടിയോണ്ട് സന്തോഷം മതിയപ്പാ എന്ന് പറഞ്ഞിട്ട്. ചിലർക്ക് ഒന്നും മഹാതമസ്സുണ്ട്, അവന് കിട്ടുന്ന വേണ്ട കൊണ്ടൊക്കെ തന്നീ കഴിക്കാന്നല്ലെങ്കിൽ അവിടെ ഇരിക്കുകയുള്ളൂ. മടിയാൻ കുഞ്ഞാലിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആളെ കാണാറുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ ഗുണങ്ങളുടെയാണ്, ആ ആളുടെ അല്ല, അല്ലെങ്കിൽ ആത്മാവിൻ്റെ അല്ല എന്ന് പറയുന്നത്. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗ സമുദ്ഭവം തം നിമഗ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. കർമ്മസംഗം, കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അതിങ്ങനെ പിന്നെയും ചെയ്യുന്നു, അവസാനമില്ല. കർമ്മം നല്ലതാണ്. കർമ്മം ചെയ്യുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന മനസ്സിലുള്ള പാപങ്ങൾ അല്ലെങ്കിൽ ദുഷ്വിചാരങ്ങൾ ഇല്ലാതെയാക്കാനാണ് കർമ്മം ചെയ്യുക. എന്നാൽ കുറേ കഴിഞ്ഞാൽ പിന്നെ തീരെ അതുണ്ടാവില്ല. അപ്പോൾ കർമ്മം ഈ ശരീരം കൊണ്ട് അല്ല മനസ്സുകൊണ്ട് മാത്രമേ അങ്ങോട്ടും ഇല്ലാണ്ടാവും, ബുദ്ധി കൊണ്ടും കൂടി ഇല്ലാണ്ടാവും. ഒരു പാതി ഇരിക്കാൻ സാധിക്കും. അപ്പോഴാണ് സത്വം ഉണ്ടാവുന്നത്. അത് സാധിക്കും പറയണം. രജസിനെ പറയാൻ പോട്ടെ. കിട്ടിയാൽ സംഘം ഒട്ടൽ വരും. ഏതുപോലെയാണ് ഈ രജസിൻ്റെ ഗുണം ഒന്നും കൂടി ഇവിടെ ഉദാഹരണം പറയാനധികം. തീ കത്തണം, അത് കെടുത്തണം വിചാരിച്ചിട്ട് നെയ്യ് അങ്ങനെ കോരി ഒഴിക്കുക, ഇരട്ടിയ കത്തുക. അതുപോലെ ഈ രജസ്സുകാരന് കിട്ടും തോറും കുറച്ചുകൂടിയും കിട്ടണം എന്നുള്ളൂ അല്ലേ. അതുകൊണ്ട് തീയിനൊരു പേരുണ്ട്, അനലൻ. അലം ച മതി, അനലം പോരാ
എത്ര കിട്ടിയാലും പോരാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്ക് ബാധകമാണ്? ഈ രജസുള്ള ആൾക്കും. അയാൾക്ക് കിട്ടും തോറും അധികം കിട്ടണം തോന്നും. അങ്ങനെ അയാളെ ബന്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഈ ആത്മാവിനെ എങ്ങനെയാണ് ബന്ധിക്കണമെന്ന് പറയണം. രജസാകുമ്പോൾ എങ്ങനെയാണ് ബന്ധിക്കുന്നത്? ഇനി തമസ്സാണെങ്കിൽ എന്താന്ന് പിന്നെ പറയണം. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനം പ്രമാദാലസ്യനിദ്രാഭിഷ്ടം നിമഗ്നാദി ഭാരത. തമെന്നുള്ള അജ്ഞാനം. അജ്ഞാനം എന്നുള്ളതിൻ്റെ അർത്ഥം വിപരീത ജ്ഞാനം. ജ്ഞാനില്ല എന്നല്ല, ശരിയല്ലാത്ത ജ്ഞാനം. പാമ്പ് കയറ് കണ്ടിട്ട് പാമ്പാ തോന്നില്ലേ, അത് അജ്ഞാന. അവിടെ ഞാനൊരു ശ്ലോകം ഇവിടെ എഴുതി വെച്ചില്ല, വാസിഷ്ഠത്തിലുള്ള വസിഷ്ഠ മഹർഷി പറയാണ്, അജ്ഞത്വം ആപദാം നിഷ്ഠ കാഹി ന ആപദ അജാനത ഇയം സംസാര സനിർ വഹത്യജ്ഞാന പ്രസാദത. രസം തോന്നുന്ന ശ്ലോകം കേട്ട. അങ്ങനെയൊക്കെ നമ്മുടെ മഹർഷിമാർ എഴുതി വെച്ചതേ. അജ്ഞത്വം ആപദാം നിഷ്ഠ, ആപത്ത്. അപ്പോൾ ഇവിടെ നിഷ്ഠ നിഷ്ഠയായിട്ട് ജീവിച്ചാൽ തെറ്റില്ലാണ്ട്, അതുമാതിരി ആപത്തുകൾക്ക് സംശയമില്ലാണ്ട് എപ്പോഴും ആപത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ നിഷ്ഠയാണ് ഏത്? അതെ, കാഹി ന ആപത്ത് അജാനത. വിവരമില്ലാത്തവന് ഏതാ ആപത്തല്ലാണ്ട് ഇവിടെ ഉള്ളത്? തൊട്ടതൊക്കെ അയാൾക്ക് ആപത്തുള്ളൂ. കാരണം അയാൾ ഉണ്ടാക്കും അല്ലേ? ശ്രദ്ധയില്ല. അല്ല അജ്ഞാനത്തിൻ്റെ പതിയാണല്ലോ ആപത്ത്. ഇയം സംസാര സരണീർ, ഈ സംസാരമുണ്ടല്ലോ ഇത് വഹത്യജ്ഞാന പ്രസാദ, ഈ വിവരക്കേടുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവുകൊണ്ടാണ് ഈ സംസാരം ഇങ്ങനെ നടന്നു പോകണമെന്ന് പറയും. എല്ലാവരും ജ്ഞാനികളായാൽ പിന്നെ ഇവിടെ സംസാരം ഉണ്ടാവില്ല. അതുകൊണ്ട് മഹർഷി പറയാണ്, അജ്ഞാനമേ തന്നെ ഞാൻ നമസ്കരിക്കുന്നു പറഞ്ഞു. നെയ്യിൽ ഇവിടെ ഈ പ്രപഞ്ചം നടക്കില്ല. അപ്പോൾ ഇമാതിരി തമസ്സും രജസ്സും ഇല്ലാതിരിക്കുക ഇവിടെ ഒന്നും നടക്കില്ല ഉണ്ടല്ലോ. തമാശ പറയാണ്. അതായത് ഇതൊന്ന് ഈ കര കയറണമെങ്കിൽ തമസ്സും രജസ്സും ഇല്ലാണ്ടാവണം. അതിന് ആളുകൾക്ക് മോഹം വരില്ല ഈ ഇതുള്ളപ്പോഴേ. പവഗുണത്ത് വന്നാൽ എന്താ പറയുക? 8 വായിച്ചത്. നിദ്ര, ആലസ്യം, പ്രമാദം. ഈ വകക്കാർ മൃഗത്തെക്കാളും കൊള്ളരുതുണ്ട്. മൃഗത്തിന് കുറച്ചെങ്കിലും ഒരു രജസ് ഉണ്ടാവും. ഇത് അതുമില്ല. ഞാൻ പലരും കണ്ടിട്ടുണ്ട് ഇരുന്നിട്ട് രാവ് പകലിച്ച് വീട്ട് കളിക്കുക, പിന്നെ ഊണ് കഴിക്കുക, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ കടന്നുറങ്ങുക, ഇത്തിരി കിടക്കട്ടെ, എപ്പോഴും ഊണ് കഴിക്കാനായിട്ട് എണ്ണിക്കുള്ളൂ, കഴിഞ്ഞാൽ കിടക്കന്നെ. എങ്ങനെയാ ചോദിച്ചാൽ അത്ര തമസ്സാണ്. ഇവിടെ ഞാൻ ഒരിക്കലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്വാമിയുടെ വിവാൻ സ്വാമിയുടെ അടുക്ക വന്നപ്പോൾ ഒരു കൂട്ടർ ഞങ്ങൾ ഇത്തിരി ഗീത പറഞ്ഞിട്ടുണ്ടാവും. ഗീത പറഞ്ഞാലും പറയും. അപ്പോൾ സ്വാമി നോക്കിയിട്ട് പറഞ്ഞു, പോയി ഫുട്ബോൾ കളിക്കട പറഞ്ഞു. അപ്പോൾ പോയപ്പോൾ ഇവർ ചോദിച്ചു, എന്താ ഇപ്പോൾ സ്വാമി? ശുദ്ധ തമസ് അവരിന് ഫുട്ബോൾ കളിച്ചിട്ട് ഒരു ഉശിരും ചോടയൊക്കെ ഉണ്ടാവട്ടെ, എന്നിട്ട് വേണം ഗീത പഠിക്കാൻ. അല്ലാണ്ട് ഗീത വേണ്ടാച്ചിട്ടല്ല പറയുന്നത്. അവനിപ്പോൾ ഗീത പഠിച്ചതൊന്നും മനസ്സിലാവില്ല, അത്ര തമസ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വേണമെന്ന് വേണം. ഇപ്പോൾ നമ്മൾ അധികാലം തമസ്സുള്ളവരാണ്. കുറച്ചെങ്കിലും ചാടുകയും മറയൊക്കെ കാണിച്ചിട്ട് ഒരു ജഡ്ജസരിക്ക് വന്നിട്ട് വേണം സത്വത്തിലേക്ക് പോകാൻ. അങ്ങനെ ക്രമത്തിലേ കയറാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് സത്വത്തിലേക്ക് കയറാൻ സാധിക്കില്ല. അയാൾ എപ്പോഴും ഇവിടെ പറയാണ്, തമോ ഗുണം നിദ്ര, ആലസ്യം, പ്രമാദം മൃഗത്തേക്കാൾ അധപ്പതനിക്കുന്നവനാണ് അവരെ. തമോ ഗുണം ഈ കയ്യും കാര്യമൊക്കെയാണ് മനുഷ്യൻ്റെ, മനസ്സും ബുദ്ധിയൊക്കെ മൃഗത്തിൻ്റെയും. ആൾക്കേ കണ്ട മനുഷ്യനാ തോന്നും രൂപത്തിൽ, അത് വലിയൊരു മാറ്റം വയ്യല്ലോ. അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഈ മനുഷ്യനെ പോലെയല്ല എന്നിരിക്കണം. അയാളെപ്പോഴും ഈ കിനാവ് കാണുന്നില്ലേ, സ്വപ്നം കാണുക, അങ്ങനെ അതൊക്കെ കിട്ടും, ഇത് കിട്ടും. ഞാനൊരു കഥ പറയാൻ തോന്നാറുണ്ട് എനിക്ക്. ഒരു നമ്പൂതിരിയാണ്, പണമൊക്കെ പോയി, ഇല്ലാതെ കാലൊക്കെ പോയി, പട്നിമാരിയാണ്, വിഷമില്ല. അപ്പോൾ പഴയൊരു പഠിപ്പരിയൊക്കെ ഉണ്ട്, അവിടെ ഒരു പ്ലാവുണ്ട്. ആ അലമ്പിൽ ധാരാളം ചക്ക ഉണ്ടാവും. അത് കൊടുത്തിട്ട് അതുകൊണ്ട് കഴിച്ചിട്ടൊക്കെയാണ് കുറേശ്ശെ ഭക്ഷണം കഴിക്കുക. അപ്പം മതിരിക്കുമ്പോൾ ഇയാൾക്കൊരു കിനാവ് തോന്നി, എനിക്കൊരു നിധി കിട്ടി, അപ്പോൾ കുറേ പണം കിട്ടി. എന്നിട്ട് അപ്പോൾ അന്നൊക്കെ അങ്ങനെയാണ്, കൃഷി സ്ഥലമൊക്കെ കുറേ മേടിച്ചു, പാട്ടത്തിനൊക്കെ അടുത്ത്. അങ്ങനെ ധാരാളം 10,000 15,000 പറഞ്ഞില്ല പാട്ടം വരിക. അപ്പം ഇതേ അങ്ങനെ വരിക.
ഈ പടിപ്പരല്ലേ ചാക്കുണ്ടാവും തലയിൽ. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് തടയും. ഇങ്ങനെയാണ് സ്വപ്നം, ഇങ്ങനെ വിഷമാവും, അത് ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് ഒരു വെട്ടി ചെയ്തിട്ട് ആ പ്ലാവിൻ്റെ കൊമ്പാണ്ട് വെട്ടി കളഞ്ഞു. പിന്നെ വീട്ടിൽ വെച്ചിട്ട് 4 ചക്ക ഉണ്ടാവണ കൊമ്പ, അതും പോയി എന്നർത്ഥം. ഇങ്ങനെയാണ് ആര് താമസികന്മാർ ഇരുന്ന് ആലോചിച്ചിട്ട് ഇതൊന്നും ഉണ്ടാവാൻ പോണതല്ല, എന്നാലും വേണ്ടില്ല, ഉള്ളതും കൂടിയും കളഞ്ഞ് കുത്തിരിക്കും എന്ന് പറഞ്ഞാൽ മടി ഉള്ള മാത്രമേ അവർ സാധിക്കുള്ളൂ എന്നർത്ഥം. ഈ മൂന്നിന് കൂട്ടി പറയുന്നു ഒരു ശ്ലോകം കൊണ്ട്. 9 സത്വം സുഖേ സഞ്ജയതി രജ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യതു തമ പ്രമാദോ സഞ്ജയത്യുത. സത്വം സുഖേ, ഈ പറഞ്ഞത് തന്നെ ഒരാവർത്തനം പോലെ. സത്വം സുഖേ സഞ്ജയതി, സത്വം സുഖം വേണം എന്നുള്ളതിന് സഞ്ജയതി കൂട്ടിച്ചേർക്കണം. അതെ. രജ കർമ്മണി ഭാരത, രജസ് പ്രവൃത്തികൾ ചെയ്യാം, അവിടെ ശ്രദ്ധയൊന്നുമില്ല, കുറേ വാരി വലിച്ച് കുറേ പണിയെടുക്കുക. ഭാരത ജ്ഞാനം ആവൃത്യ, ജ്ഞാനത്തെ മൂടിയിട്ട് തു തമഹ തമസ് പ്രമാദേ, പ്രമാദം ലേശം പറഞ്ഞാൽ ഭ്രാന്ത് എന്നർത്ഥമാണ് പ്രമാദം. അതായത് ബുദ്ധിപ്രഭം പ്രമാദേ സഞ്ജയത്യുത, അതിൽ കൂട്ടിച്ചേർക്കണം. അങ്ങനെ 3 തരത്തിലുള്ള 3 ഗുണങ്ങൾ. ഇപ്പം എന്തിനാണ് പറയുന്നത്? അതുകൊണ്ട് നമ്മളിൽ ഇപ്പോൾ ഇതൊക്കെ അങ്ങനെ പറയാനല്ല, ഇത് നോക്കിയിട്ട് ഞാൻ ഏത് ഗുണത്തിലാണ്, മറ്റുള്ള ആളുകളിലൊക്കെ ഏത് ഗുണമാണെന്ന് അന്വേഷിക്കലല്ല നമ്മുടെ പണി. എനിക്ക് എന്ത് ഗുണമുള്ളത്, എനിക്ക് സത്വമാണോ അധികം, രജസ്സാണോ ഉള്ളത്, തമസ്സാണോ അധികം ഉള്ളത് എന്ന് അറിഞ്ഞിട്ട് ഏതാ ഉള്ളത് വെച്ചാൽ തമോ ഗുണമാണെങ്കിൽ അതിനെ ആദ്യം രജോ ഗുണമാക്കാനെങ്കിലും ശ്രമിക്കുക, രജോ ഗുണമാണെങ്കിൽ അതിനെ സത്വഗുണമായിട്ട് ശ്രമിക്കുക. കുറേ കഴിഞ്ഞാൽ സത്വഗുണത്തിൻ്റെയും അതീതമായിട്ട് ഗുണാതീതനാവുക. അതിനവിടെ പറഞ്ഞു വരുന്നത് സത്വം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പാടില്ല, അതിനെ അത് എങ്ങനെയാണ് അതീതനാവുക? ഞാൻ ഇംഗ്ലീഷിൽ വാക്കുണ്ട്, എന്താ അതിൻ്റെ മലയാള വാക്ക് എനിക്ക് കിട്ടുന്നില്ല. ഇംഗ്ലീഷിൽ അതിന് സാച്ചുറേഷൻ എന്നാ പേര്, പൂർണ്ണത വരിക. ഇപ്പോൾ വെള്ളമാണ്, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ പഞ്ചസാര ഇങ്ങനെ ഉണ്ടാക്കി അതിങ്ങനെ അലിക്ക് ആദ്യമൊക്കെ ഇട്ട് അലിഞ്ഞ് ആ വെള്ളം നിറയണ വരെ ഇട്ടാൽ ഒരു കുഴമ്പാവും. പിന്നെയും അങ്ങോട്ട് പഞ്ചസാര ഇട്ടാൽ പിന്നെ അതിനെ അലിയിപ്പിക്കാനുള്ള കഴിവില്ല ഈ വെള്ളത്തിന്. കാരണം അത് മാത്രമല്ല, ധാരാളം കണ്ടിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ആകെ ഈ പഞ്ചസാര അങ്ങോട്ട് വലിക്കും. എന്നിട്ട് ആദ്യം ഉണ്ടായിരുന്ന പഞ്ചസാരയെ പോലെ എല്ലാ ദിക്കിലും ഒരു നനവിൻ്റെ ലേശം തോന്നുന്നല്ലാണ്ട് നമുക്ക് വെള്ളത്തിനെ കിട്ടുകയില്ല. ഇതുപോലെ വേണം സാച്ചുറേഷൻ പോയിന്റ് വരണം അതുവരെ. അല്ലെങ്കിൽ അതെ, ഒരു ചാക്ക് പഞ്ചസാര അതിൽ ഒരു ഉഴക്ക് വെള്ളം ഒഴിച്ചു, ഒരൊറ്റ വലിയ വെച്ചാൽ ആ വെള്ളം പോയി അല്ലേ? എന്താ കാരണം? അത്രയും സത്വം നിറഞ്ഞിരിക്കണം. അതിൽ നിങ്ങൾ രജസും തമസും ഒന്നും നിൽക്കില്ല, അതിനൊക്കെ വലിക്കാൻ സാധിക്കും. അതിൻ്റെ അതും കഴിഞ്ഞിട്ട് ഹയസ്റ്റ് എത്ര വെള്ളം വന്നാലും പറ്റാത്ത മാതിരി ഒരു പൈപ്പ് കൊണ്ട് ഒഴിച്ചാലും പറ്റില്ല. അങ്ങനെ പഞ്ചസാര കൊണ്ട് ഒരു മലയെ വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഒലിച്ചുകൊണ്ട് പോരും, എന്നാലും പഞ്ചസാരയ്ക്ക് കേടുവരില്ല. അത് സാധിക്കും. ആ സ്വച്ഛര അവിടെ അതായത് ഗുണാതീതനാവണം. ഇപ്പം നമ്മൾ ഓരോന്നിൽ സാച്ചുറേഷൻ പോയിന്റ് പറയാം. എന്താ അതിന് പറയുന്നത്? പൂർണ്ണത എന്ന് പറയട്ടെ, സംസ്കൃതത്തിൽ അങ്ങനെയല്ലേ പൂർണ്ണത. അവിടെ വന്നാൽ പിന്നെ തമസിനും രജസ്സിനും, ഈവൻ സത്വത്തിന് പോലും അവിടെ പറ്റില്ല, അതിൽ ഗുണാതീതനാവും. അവിടെ ആ ഹയസ്റ്റ് സ്റ്റേജ് അത്. അവിടുന്ന് അങ്ങനെ ഒന്നും യാതൊന്നുമില്ല വെച്ചാൽ ഈശ്വരനെ പോലെയായി, അയാൾ നിരപേക്ഷനായി എന്നർത്ഥം. ഈ അപേക്ഷ അവിടെ വരെ എത്തുന്നത് വരെ വേണം ഇത് പോവാൻ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. രജസ്തമ 10 പറയണത്. രജസ്തമ അഭിഭൂയ സത്വം ഭവതി ഭാരത, രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തഥ. ഇന്ന സമയത്ത് ഇന്ന ഗുണം എന്നൊന്നുണ്ടോ മനുഷ്യർക്ക്? അങ്ങനെ ഇല്ല അവിടെയാണ്. അവ രഞ്ജിപ്പോടെയോ അതോ സ്പർദ്ധയോടുകൂടാണോ നമ്മളിൽ നിലനിൽക്കുന്നത്? ഇത് അങ്ങനെ പറയാം. ഒരു സമയത്ത് ഒരു ഗുണത്തിന് പ്രാധാന്യം ഉണ്ടാകുന്നു എന്നേ ഇതിനർത്ഥമുള്ളൂ. ചിലപ്പോൾ സത്വം, ചിലപ്പോൾ രജസ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, രാവിലെ ആകുമ്പോൾ സത്വം, കുറച്ച് കഴിഞ്ഞാൽ രജസ്. അല്ലാണ്ട് ഇതൊക്കെ ഒരേപോലെ സാത്വികൻ, ഒരേപോലെ രജസ്, ഒരേപോലെ തമസ്, അങ്ങനെ ലോകത്ത് ആരുമില്ല.
സാധിക്കില്ല. അവയുടെ റേഷ്യോ അല്ലെങ്കിൽ തോത് ഇങ്ങനെ മാറി മാറി വരും. ആ സാധിക്കുന്നു. സമാധാനം വേണം എന്ന് വിചാരിക്കുന്ന സമയത്താണെങ്കിൽ എന്താണ്? സത്വഗുണമാണ്. കർമ്മം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുമ്പോഴാണെങ്കിൽ രജസാണ്. വയ്യ എന്ന് തോന്നുമ്പോൾ തമസ്സാണ്, ആധിക്യം, ന്യൂനത. ഈ എന്നേ വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് ശുദ്ധ സത്വികനായിട്ടൊരാളോ ശുദ്ധ രാജസികനായിട്ടൊരാളോ ശുദ്ധ താമസികനായിട്ടോ ഒരാളും ഇവിടെയില്ല. 3 ഗുണങ്ങളും കൂടി ചേരുമ്പോഴാണ് ഇത് സാധിക്കുക. അതിന് എങ്ങനെയാണ് ഇല്ലാതെയാക്കുക? തമോ ഗുണത്തെ രജോ ഗുണമാക്കി മാറ്റുക, രജോ ഗുണത്തെ സത്വഗുണമായിട്ട് മാറ്റുക, എന്നിട്ട് സത്വഗുണത്തെ ഇല്ലാണ്ടാക്കുക. എങ്ങനെ? സത്വം മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞാൽ പിന്നെ അത് ഒരു ഗുണമല്ലാണ്ട് പോകും. ആ സത്വത്തെ സത്വം കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അത് സാധിക്കും. നമ്മൾ തീ പൊള്ളിയുണ്ട്, നല്ലോണം തീ തന്നെ അവിടെ വെച്ച് അടുത്തിങ്ങനെ വെച്ചാൽ കുറേ കഴിഞ്ഞാൽ എന്താ അത് പൊള്ളില്ല. വേണ്ട ഈ തീ തട്ടി വരിക്കുക, അതിന് കുറേശ്ശെ അങ്ങനെ ചൂട് ഇങ്ങനെ അതിൻ്റെ അടുക്ക വയ്ക്കുക. അങ്ങനെ വെച്ചിട്ട് അത് സഹിക്കാൻ അപ്പം നീറ്റുണ്ടാവും. അടുത്ത് തീ വയ്ക്കരുത്. കുറേ കാര്യം കഴിഞ്ഞാൽ പിന്നെ അത് പൊള്ളില്ല. അപ്പം തീയിനെ തീ കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം തീ കത്തിക്കാനല്ല, ഞാൻ പറഞ്ഞു പൊള്ളി ഇരിക്കുക. അതിൻ്റെ അടുത്ത് നിങ്ങൾ അഗ്നി ഉണ്ടല്ലോ, എന്തെങ്കിലും വറകിൻ്റെ ഇങ്ങനെ കാണിക്കുക, അപ്പോൾ ഒരു നീറ്റുണ്ടാവും. അതിങ്ങനെ സഹിക്കാവുന്ന നീറ്റിൽ കുറേ നേരം നിന്നാൽ പിന്നെ അത് പൊള്ളില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുണ്ട്. വെള്ളത്തിൽ മുച്ചാൽ മതി. വെള്ളത്തിൽ മുമ്പ് നീറ്റുണ്ടാവും. അതാ പറഞ്ഞത്. അവിടെ തന്നെ നിന്നാൽ ആ നീറ്റം തന്നെ അങ്ങോട്ട് പൊക്കോളും. വെള്ളത്തിൽ മുങ്ങിട്ട് കയറി എന്നാൽ അപ്പം പോയി. അല്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് കുറേ നേരം നിന്ന് ആ നീറ്റം തന്നെ അതിനെ ശക്തിൻ്റെ അർത്ഥം. ഇതുപോലെയാണ് ഇവിടെ എന്തുകൊണ്ടത്? ഓരോന്നിനെയും അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാണ്ടാക്കണം. തമസിനെ തമസ്സുകൊണ്ട് തന്നെ ഉണ്ടാക്കാം, രജസിനെ രജസ്സുകൊണ്ട് തന്നെ, സത്വത്തെ സത്വം കൊണ്ട് തന്നെ. സത്വത്തിനാണ് പ്രധാനം വരിക. കാരണം അത് അത്ര വേഗം പോവില്ല അഹംഭാവം. മറ്റൊക്കെ കുറേ കഴിഞ്ഞാൽ പോവും സാധിക്കും. ഇനി എങ്ങനെയപ്പോൾ ഏതൊക്കെയപ്പോൾ ഗുണമുള്ളത് എന്നൊന്ന് കണ്ടുപിടിക്കുക ഒരാളെ. അതിന് ഭഗവാൻ പറഞ്ഞു, സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാദ് വിവൃദ്ധം സത്വമിത്യുത. സർവദ്വാരേഷു ദേഹേസ്മിൻ. ഈ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുണ്ട് ഉണ്ടല്ലോ. ആ 5 ഇന്ദ്രിയങ്ങൾ കൂടിയും സാത്വികമായ കാര്യങ്ങളാണ് സർവദ്വാരേഷു ആണ് വരുന്നത്. അതായത് കാണുന്നതൊക്കെ നല്ലതേ അയാൾ കാണുള്ളൂ, കേൾക്കുന്നതൊക്കെ ചീത്ത പറഞ്ഞാലും നല്ലതേ അയാൾ കേൾക്കുള്ളൂ, എന്ത് തന്നെ പറഞ്ഞാലും സാത്വിക ഭക്ഷണം അയാൾ കഴിക്കുള്ളൂ, അല്ലേ? സ്പർശിക്കുന്നതൊക്കെ ഈശ്വര ആയിട്ട് അല്ലെ, ഈ കാമത്തോടു കൂടിയുള്ള സ്പർശം ഉണ്ടാവില്ല അയാൾക്ക്. മണം വരികയാണെങ്കിലും അതൊക്കെ ഈശ്വരൻ്റെ പ്രസാദം നല്ല ആ പുഷ്പങ്ങളുടെയാണ് എന്ന് അയാൾക്ക് അങ്ങനെ ചീത്ത അവിടെ ഉണ്ട്. പക്ഷെ അത് അയാളുടെ ഭൂഗലിക്ക് കയറില്ല, നല്ലത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ 5 ഇന്ദ്രിയങ്ങളും സാത്വികമായാൽ സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപാചത. പ്രകാശം മറ്റത് അന്ധകാരമാണല്ലോ, ചീത്ത കാണുന്നത് അന്ധകാരമാണല്ലോ. അന്ധകാരം എന്നുള്ളത് പ്രകാശത്തിൻ്റെ നിഴലാണ്, അല്ലേ? ആ പ്രകാശം ഇല്ല വേണ്ടത്ര ഉണ്ടായാൽ പിന്നെ നിഴലുണ്ടാവില്ല. ആ സത്വം അങ്ങനെ ആൾക്ക് വളർന്നാൽ പ്രകാശം ഉപജായതേ, അതിലെന്ത് തോന്നുന്നു? അപ്പം ജ്ഞാനം യഥാ തഥാ വിദ്യാൽ. അപ്പം അയാൾക്ക് ജ്ഞാനം, അതായത് താൻ വെറും ശരീരമല്ല എന്ന ജ്ഞാനം അയാൾക്ക് ഉണ്ടായി തുടങ്ങി. സത്വം ഇത്യുത, അറിഞ്ഞോളണം. ഒരാൾ സാത്വികനാണോ എന്ന് വെച്ചാൽ അയാളുടെ വർത്തമാനം കേട്ടാൽ അറിയാം. കാരണം അയാൾ സാത്വികമായിട്ടേ പറയുള്ളൂ. അയാളുടെ നോട്ടം നോക്കിയാൽ ഒന്ന് കാണാം, അയാൾ വളരെ സ്നേഹപരമായിട്ട് നോക്കുള്ളൂ, ക്രൂരനായിട്ട് നോക്കാൻ ആൾക്ക് സാധിക്കില്ല. അതുമാതിരി നിങ്ങൾ എത്ര ശകാരിച്ചാലും അയാൾ ശകാരിച്ചാലും നല്ലൊരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നല്ല കാര്യത്തിനെ പറ്റി പറഞ്ഞുല്ലോ എന്നേ അയാൾ കാണുള്ളൂ. അയാൾക്ക് നല്ലത് മാത്രമേ അയാളുടെ ഇന്ദ്രിയങ്ങൾ സ്വീകരിക്കുള്ളൂ, ചീത്തയൊന്നും അതിൻ്റെ ഉള്ളിൽ കിടക്കില്ല. അങ്ങനെ വന്നാൽ അയാൾ ആരാണ്? സാത്വികനാണ് എന്ന് അറിയണം എന്നേ പറഞ്ഞുള്ളൂ. അയാൾ പറയില്ല ഞാൻ സാത്വികനാണെന്നുള്ളത്, നമ്മളാ പറയണം, അല്ലേ? അല്ലെങ്കിൽ ഞാൻ സാത്വികനാണെന്ന് പറഞ്ഞാൽ അഹങ്കാരമായി, അപ്പം അയാൾ സാത്വികനല്ലണ്ടേ, അത് വരില്ല എന്നർത്ഥം. ഇനി രജസിനെ പറഞ്ഞു, ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാം അശമ സ്പൃഹ രജസ്യേതാനി ജായന്തി വിവൃദ്ധേ ഭരതർഷഭ. സംസ്കൃതത്തിൽ ശ്ലോകത്തിൽ കുറച്ച് സംസ്കാരം ഞാൻ ഇത് അർത്ഥാനം പറയാൻ വലിയ വിഷമില്ല. ലോഭ എന്ന് പറഞ്ഞാൽ കിട്ടിയത് പോരാ, എത്ര കിട്ടിയാലും പോരാ.
പിന്നെയും കൊണ്ടുവരണില്ലേ, അത് എത്ര രജസ്സുള്ള ആൾക്കേ ഉള്ളൂ. മറ്റേത് ഇന്നത്തെ ഭക്ഷണം കിട്ടി, സന്തോഷമായി. മാറ്റാനില്ല. ഇപ്പം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മ ഉണ്ട്, ഇലയൊക്കെ വെച്ച് അന്നൊക്കെ പഴനുറുക്കിന് കുഴപ്പം, അപ്പോൾ എടുത്ത് അങ്ങോട്ട് മാറ്റി പിടിക്കുക വയ്ക്കും. കാരണം ഉച്ച തിരിഞ്ഞാൽ കഴിക്കാമല്ലോ വെച്ചിട്ട് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ആ അച്ഛനും അമ്മ അതവിടെ ഇരുന്നോട്ടെ, വെച്ചിക്ക് വേറെ തരം ഇത് കഴിച്ചോ എന്ന് പറയും. എന്നാലും ഒരു പേടിയാണ്, കിട്ടിയില്ലെന്ന് വെച്ചിട്ട് ഇത് എടുത്ത് വയ്ക്കും. ആ രസം കൊണ്ടേ പലതിലും ആ ലോഭം ഉണ്ടാവും പ്രവൃത്തി. അവിടെ ഇഷ്ടംപോലെ പഴണ്ട കാര്യത്ത് എന്നാലും പറഞ്ഞില്ലേ, ആ സമയം ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പേടിച്ചിട്ട് ഇത് എടുത്ത് അവിടെ വയ്ക്കുക. ഇതൊക്കെ സ്വാനുഭവം വരുമ്പോൾ ചെറിയ വരും നോക്കന്നെ, അല്ലേ? നമുക്ക് ഇനി ആവായിരുന്നു, കിട്ടിയാലോ എടുത്ത് വയ്ക്കുക, ആവശ്യമില്ല. ഇപ്പോഴത്തെ ഭക്ഷണം കിട്ടി, അത് കഴിഞ്ഞു. വൈകുന്നേരത്തെ ഭക്ഷണം കിട്ടിയാൽ കഴിക്കും, അത് അപ്പോൾ കിട്ടാണ്ടൊന്നും വരില്ല, ഉണ്ടല്ലോ പ്രവൃത്തി. അപ്പോൾ അതിന് പ്രവൃത്തി ആരംഭം, ലോഭ പ്രവൃത്തി ആരംഭ. കർമ്മണാം അശമസ്പൃഹ, കർമ്മത്തിന് ശമം മതിയെന്ന് തോന്നലില്ല. എന്താ കാരണം? സ്പൃഹ എന്ന് പറയുന്നത് ഞാൻ രണ്ടിലർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹം ഇല്ലേ, മമത എന്നുണ്ടല്ലോ, അഹന്ത. മമതയാണ് രണ്ടിലെ ആ ശ്ലോകം വിഗതസ്പൃഹ എന്നുണ്ടല്ലോ. എന്താ ശ്ലോകം? അല്ല, അത് സിദ്ധർ മുനിസല്ലല്ലോ. അവിടെ വിഹായ കാമന്യ സർവൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തി മതി ഗച്ഛതി. ഗീതയിൽ തന്നെ ഈ ശ്ലോകങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം വന്നിട്ട് മറക്കുക. അപ്പം നോക്കേ, എന്താ അത്? ആദ്യം വിഹായ കാമാൻ, എല്ലാ കാമങ്ങളെയും വിഹായ വിട്ടു. പിന്നെ ചരതി നിസ്പൃഹ, പിന്നെ അയാൾ സ്പൃഹ ഇല്ലാണ്ടാണ് ജീവിക്കുന്നത്. ഈ ശ്ലോകം എത്ര പ്രാവശ്യം മനസ്സിലാക്കിയാലും പിന്നെയും വരും നോക്ക്. കാരണം ആദ്യം പറഞ്ഞുല്ലോ എല്ലാ കാമങ്ങളും പോയിന്ന്, പിന്നെ ഒന്നിനും ആഗ്രഹമില്ലാണ്ട് നടക്കണോ പിന്നെ പറയണം. കാരണം ആദ്യം പറഞ്ഞത് കാമങ്ങളൊക്കെ പോയി എന്നാണ്, ഇനി ഒന്നും ബാക്കിയില്ല. എന്നാലും ഇല്ല, താൻ നീ മരിക്കണോ, എനിക്കൊരാഗ്രഹമില്ല, മരിക്കണോ ചോദിച്ചാൽ അത് വേണ്ട പറയും. മരിക്കാൻ ആർക്കും മുഖമില്ല. അപ്പം അതിനൊരു കാമുണ്ട്. ആ താൻ മരിക്കുന്ന ശരീരമാണെന്ന ബോധം കൊണ്ടുകൊണ്ടാണ് മരിക്കാൻ പേടി. ഈ ജ്ഞാനിക്ക് ഞാൻ ശരീരമല്ല എന്ന് ബോധ്യം നടക്കണം. അപ്പോൾ അയാൾക്ക് കാമൊന്നുമില്ല, മാത്രമല്ല സ്പൃഹയില്ല. എന്താണ്? ശരീരം വേണമെന്ന് നോക്കില്ല, ഞാൻ ശരീരം പോയാലും ഞാൻ പോകണമെന്നില്ല. അതാണ് സാധിച്ചത്. ഇതെന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അർത്ഥിച്ചു. നിർമ്മമോ നിരഹങ്കാര, അവിടെ തന്നെ പറയണം. ആദ്യത്തത് നിർമ്മമൻ, കാമങ്ങൾ, സ്പൃഹ അഹങ്കാരം. ഇത് പോയാൽ പിന്നെ അയാൾക്ക് എന്താ പേടിക്കാനുള്ളത്? താൻ മരിക്കണില്ലല്ലോ, ശരീരമല്ലേ മരിക്കണുള്ളൂ, താൻ ജനിച്ചിട്ടുണ്ടെങ്കിലല്ലേ മരിക്കണുള്ളൂ. അത് സാധിക്കുന്ന അർത്ഥനം. അതിൽ എന്താണ്? ജ്ഞാനം യഥാ തഥാ വിദ്യാത്, ഇങ്ങനെ ഈ അറിഞ്ഞാൽ എന്താണ്? സത്വമെത്യുത. അതല്ലേ ഇപ്പം നമ്മൾ ചെല്ലിയത്? ലോഭ എന്നാണ് അല്ലേ? ലോഭപ്രവൃത്തിയുടെ ആരംഭ കർമ്മണാം അശമസ്പൃഹ അല്ലേ? അപ്പം നമുക്ക് ആ ലോഭം, സ്പൃഹ, ഇത് രജസ് ഏതാനി ജായന്തെ. രജസ് നിന്നാണ്. രജസ് എന്ന് പറഞ്ഞാൽ ഒരു പൊടി നിറച്ചുണ്ട്, അതിൽ നിന്നാണ് ഈ കണ്ണൊക്കെ അടയണത്. രജസ് ജായന്തേ വിവൃദ്ധേ ഭരത ഋഷഭ, ഹേ അർജുന, ഇങ്ങനെ രജസ്സാണ് മോന്തി നിൽക്കണം വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവുന്നു? ഒരു മോഡൽ വരും. ആദ്യം ഉണ്ടാവുന്നത് കാമവും സ്പൃഹയും പോരാ, ഇങ്ങനെ രണ്ടുണ്ടാവും. അപ്പം ഇത് നമുക്കിപ്പോൾ ഉണ്ടോയെന്ന്, ഇതൊക്കെ ചെല്ലാനല്ല, എനിക്കിതൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കുക. ഉണ്ടെങ്കിൽ അതില്ലാതെയാക്കാൻ എന്താ മാർഗം? അതിനൊന്നുമില്ല, രജസിനെ സത്വത്തിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് സത്വം അങ്ങോട്ട് സാച്ചുറേഷൻ ആയാൽ ഗുണാതീതനാവുക. ഇവിടെ ഗുണാതീതനാവാൻ്റെ വഴി പറഞ്ഞുതരാണ്. തമസുള്ളതിനെ ആദ്യം രജസിലേക്ക് കൊണ്ടുപോവുക, രജസ്സുള്ളതിനെ സത്വമാക്കുക, സത്വം കഴിഞ്ഞിട്ട് സത്വത്തിനെ അപ്പത്തിക്കാക്കുക. അതിലേക്ക് മെല്ലെ മെല്ലെ അതെങ്ങനെയാണെന്നുള്ളത് നമ്മളെ പരിശോധിക്കാൻ, അവനവനെ പരിശോധിക്കാൻ. അപ്പോൾ ഈ പുസ്തകമൊക്കെ ഇത് വായിക്കണമെന്നും പറയണതൊക്കെ എനിക്കിത് എന്തുണ്ട്, ഇതെങ്ങനെ സാധിക്കും എന്ന് മനസ്സിലാക്കാനാണ്. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാം അശമസ്പൃഹ രജസ് ഏതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ഇനി ഒന്നുകൂടിയുണ്ട്. ആരാ? തമസ്. അത് പറഞ്ഞു. അപ്രകാശോ അപ്രവർത്തിശ്ച പ്രമാദോ മോഹ ഏവച തമസ് ഏതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. കുറച്ച് സംസ്കൃതം ഉണ്ടെങ്കിൽ ഇതൊന്നിനും ഒട്ടും പ്രയാസമില്ല. അതാണ് അപ്രകാശം, പ്രകാശമില്ലാതിരിക്കുക, അതാണ് ഇരുട്ട്.
അപ്രകാശോ, പ്രകാശം എന്താ പ്രകാശം? ഇരുട്ട് എന്ന് പറഞ്ഞാൽ പ്രകാശം വെച്ചാൽ അതിന് ഇപ്പോൾ പറഞ്ഞു നിരപേക്ഷണം. ഇരുട്ട് സാപേക്ഷ പ്രകാശത്തെ അതിനുള്ളൂ. അപ്പം ഞാൻ ജ്ഞാനം, എനിക്ക് ജ്ഞാനം ഉണ്ടാവുകയല്ല, ഞാൻ ജ്ഞാനസ്വരൂപനാവുക അല്ലേ, അങ്ങനെയുള്ളൂ. ആ പ്രകാശോ. അപ്പം എന്താണോന്നു? അപ്രവൃത്തി. അപ്പം നിങ്ങൾ മടിയനാവും പ്രകാശമല്ലെങ്കിലേ. ഈ എന്താ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അറിയാം, സന്തോഷമായിട്ട് നമുക്ക് ചെയ്യാൻ. ശരീരമുള്ള കാലത്തോളം കാലം പ്രവർത്തിക്കേണ്ടതില്ല, എന്തെങ്കിലും ഉണ്ടാവും. ഈ തമസ്സുകാരൻ ശരീരമുണ്ട് എന്നിട്ട് പ്രവർത്തിക്കില്ല, അങ്ങനെ കിടക്കുക. അപ്പോൾ അയാൾക്ക് സാധനമൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല ശരീരത്തിന് ശക്തി ചുരുക്കും, അങ്ങനെ കിടന്നു നോക്കുമ്പോഴേ. അതില്ല. അല്ല, അപ്രകാശോ അപ്രവർത്തിച്ച. പ്രമാദം എന്ന് പറഞ്ഞാൽ മറക്കുക എന്നർത്ഥമാണ്. നമുക്ക് ഉള്ള വലിയൊരു ഗുണമാണ് അധികം ആളുകൾ. എന്തേ നാളെ വരാൻ പറയും, പിറ്റേ ദിവസം കണ്ടില്ല, എന്താ അയ്യോ മറന്നിട്ടോ പറയും. നമുക്ക് വലിയ സമാധാനമായി. എന്താ കാരണം? ഞാനും നല്ലോണം മറക്കുന്ന ആളാണ്. അപ്പോൾ പ്രമാദം എന്ന് വരില്ല. ഞാൻ മരിച്ചു എന്നാർക്കെങ്കിലും ഒരു ഓർമ്മക്കേട് വരാറുണ്ടോ? ഇല്ല. കാരണം അവിടെ നല്ല പുറപ്പുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. അത് ആരും മറക്കാറില്ല. മറ്റത് നമ്മളതിൽ ശ്രദ്ധയില്ല, ഈ കാര്യം ജീവിതത്തിൽ ശ്രദ്ധയില്ല. അയാളാണല്ലോ ആര്? തമസ്സുകാരൻ. ഒന്നിനും ശ്രദ്ധയില്ല, പ്രമാദം. എന്നിട്ട് അയാളെന്ത് ചെയ്യുന്നു? മോഹം ഏവച്ച. അയാൾക്ക് വലിയ മോഹമുണ്ട്, 100 മോഹമുണ്ട്. ഈ തമസ്സുകാരന് ഒരു പണിയിട്ടെടുക്കില്ല. അതാ വ്യത്യാസം. രജസ്സുകാരനെ കുറയും ഭേദ. അയാൾക്ക് മോഹമുണ്ട്, അയാൾ നല്ലോണം പണിയെടുത്തോളും, കുറേ ഭേദ. എന്നിട്ട് ക്ഷണിച്ചാൽ ഇയാൾക്ക് ഒക്കെ കിട്ടണമെന്ന് മോഹമുണ്ട്, ഒരു പണിയെടുക്കില്ല, ആരെങ്കിലും കൊണ്ടുകൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മൃഗജീവിതം. മൃഗം പിന്നെയും ഭേദമാണ്. മൃഗം എന്തെങ്കിലും, എല്ലാ മൃഗങ്ങളും അവൻ്റെ ഭക്ഷണം അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കാൻ നോക്കും. അവൻ അതും ചെയ്യില്ല, അങ്ങനെ കിടക്കുകയുള്ളൂ. ഈ മലമ്പാമ്പന് അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഭക്ഷണം വന്നാൽ അത്രേ കഴിക്കുള്ളൂ. അപ്പോൾ ഭാഗവതത്തിലുള്ള ഭാഗം. അപ്പോൾ ചിലപ്പോൾ 2-3 മാസം ഒന്നും കിട്ടില്ല അത്രേ, എന്നാലും അവിടെ കിടക്കുള്ളൂ. അതിൻ്റെ അടുത്തേക്ക് വന്നാൽ കഴിക്കും. അപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണ്, അതുവരെ എന്താ ആളിങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴും ഒന്ന് കഴിക്കേണ്ടി പറഞ്ഞു. ഇത് ജ്ഞാനിയാണ് അവിടെ. കാരണം അപ്പം അയാൾ കഴിക്കുന്നത് ഒരു 3 മാസം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊരു എന്തുണ്ട്, പ്രാരബ്ധമുണ്ട്. ആ പ്രാരബ്ധ കഴിക്കണം പറഞ്ഞപ്പോൾ. ഇത് അങ്ങനെ ഒരു പ്രാരബ്ധം ഉണ്ടല്ലോ, അത് കഴിക്കുക. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, പിന്നെ പ്രാരബ്ധം കഴിക്കുക. ഞാനതുകൊണ്ട് എല്ലാധികം നടക്കണമെന്നില്ല, എൻ്റെ പ്രാരബ്ധം പോലെ എന്താ വരും അത് കിട്ടും. അവിടെ പറയുന്നത് മഹാത്മാവിൻ്റെ കഥയാണ്. ഈ തമസ്സുകാരനല്ല, അദ്ദേഹത്തിന് ഓടി ചാടി നടക്കുകയൊന്നുമില്ല, പണിയെടുക്കും. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ പറ്റേ കിട്ടിക്കൊള്ളാൻ നിർബന്ധമൊന്നുമില്ലല്ലോ. ആക്ഷേപമില്ല അദ്ദേഹം. ആണ് പ്രമാദോ എന്താണ് മോഹ ഏവച. ഇത് തമസ് ഏതാനി ജായത്തെ. ഇതൊക്കെ തമസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എപ്പോൾ? വിവൃദ്ധേ, വിശേഷേന വർദ്ധിക്കുമ്പോൾ. അർജുന ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന് ഇവിടെ ഏകദേശം 3 കാര്യങ്ങൾ. ഇതെന്തിനാ പറയണത്? അപ്പോൾ തമസ്സുണ്ടെങ്കിൽ നമ്മൾ തമസ്സെന്ന് രജസ്സിലേക്കെങ്കിലും പോകണം. രജസ് ഉണ്ടെങ്കിൽ അതിന് സത്വത്തിലേക്കെങ്കിലും പോകണം. സത്വം ഉണ്ടെങ്കിൽ അതിനെ സാച്ചുറേഷൻ, പൂർണ്ണത വന്നിട്ട് സത്വത്തിന് അതീതനാവുന്നു. അങ്ങനെ വന്നാൽ ജീവിതം സമാധാനമായി. ഇപ്പോൾ ഇവിടെ ഈ ശരീരവും ശരീരി ആണല്ലോ വരുന്നത്. ശരീരത്തിനാണ് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ. ശരീരിക്ക് ഇതൊന്നുമില്ല. ഈ ഗുണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ശരീരത്തോടു കൂടി ബന്ധപ്പെട്ടെന്ന് തോന്നിയത്. ആ ഗുണം വെച്ചാൽ കയറെന്ന് അർത്ഥമുണ്ട്, അത് മുറിക്കാനാ. അപ്പോൾ ഏത് ഗുണം കൊണ്ടാണ് ഈ ശരീരിയെ ഇവിടെ കെട്ടിയിട്ടുള്ളത്? ആ ഗുണങ്ങൾ ആദ്യം ചിലരുടെ 3 ഗുണം കൊണ്ട് 3 കയറുകൊണ്ടും കെട്ടിയിട്ടു. വളരെ പ്രയാസമുണ്ട്. അതിലാദ്യം നമ്മൾ എന്ത് ചെയ്യുക? തമസ് എന്നുള്ള ആ കയറിനെ പൊട്ടിക്കുക, മുറിക്കുക, രജസ്സിലേക്ക് പോയിട്ട്. എന്നിട്ട് രജസ് എന്നുള്ള കയറിനെ പൊട്ടിക്കുക സത്വം കൊണ്ട്. എന്നിട്ട് അവസാനം സാത്വികനായിട്ട് അതും കൊണ്ട് പൊട്ടിക്കുക. അപ്പോൾ ത്രിഗുണാതീതനായി. ജീവിതത്തിൽ എങ്ങനെ ഈ ശരീരം നിന്നിട്ട് വേണം. ശരീരം പോയിട്ട് മോശം കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ തന്നെ വെച്ചിട്ട് ഇഹൈവ തേർജിത സർഗ എന്നാ പറയാം. ഇവിടെ വെച്ചിട്ട് തന്നെ ഇതിനെ നമ്മൾ ജയിക്കണം. മരിച്ച ശേഷം നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയത് നരകത്തിലേക്ക് പോയെന്ന് ആർക്കറിയാം? ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇവിടെ സാധിക്കും ചെയ്യും. അപ്പം അതിന് ശ്രമിക്കണം എന്ന് പറയണം. ഒരു മണിക്കൂറായി, മതിയോ? എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇനി
പറഞ്ഞാൽ പലതരത്തിലാണ്. യഥാ സത്വേ പ്രവർത്തയതു പ്രളയം യാതി ദേഹഭൃത് തദോത്തമവിധാൻ ലോകാൻ അമലാൻ പ്രതിപദ്ധ്യതേ. മരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള ഒരു മാറ്റം ആണല്ലോ. വാസന എടുത്തിട്ടാണ് ശരീരം വിട്ട് വാസന ഉണ്ടാവും. അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ ഈ ലോകത്തിലിപ്പോൾ 3 ഗുണങ്ങളും എല്ലാവരിലും ഉണ്ട്. ഏതിനാണ് പ്രാധാന്യം? ഇവർ മരിച്ചു പോകുമ്പോൾ ഇവിടെ വെച്ചിട്ട് വിട്ടുപോകുമോ അതോ ഇനിയും കൊണ്ടുപോകുമ്പോൾ ഇത് കൊണ്ടുപോകും പറയുന്നു. വാസനകൾ കൊണ്ടുപോകും, സംശയമില്ല എന്ന് പറയുന്നത്. അതിന് ഉത്തരം 3ആയിട്ട് പറയണം. യഥാ സത്വേ പ്രവൃത്തിയതു, സത്വം ധാരാളമായിട്ടുള്ള ഒരാളാണ്. പ്രളയം യാതി ദേഹഭൃത്, ദേഹത്തെ ഭരിച്ച അയാൾ പ്രളയം പ്രകർഷേന ലയിക്കുക, അതായത് ആ ദേഹഭാവനയാണ്ട് പോവുക. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ദേഹം പോയി, ദേഹഭാവന പോയിട്ടില്ല. അങ്ങനെയാണല്ലോ ദേഹം. തത് ഉത്തമവിധാൻ ലോകാൻ അമലാൻ പ്രതിപദ്ധ്യതേ. അയാൾ ഇതിന് ഇനി കുറച്ച് പണി ബാക്കിയുണ്ട്. അത് തീർക്കാൻ നല്ല ജനങ്ങളുടെ അവിടെ, നല്ല സൗകര്യമുള്ള സാത്വികന്മാരുടെ അവിടെ ജനിക്കും. ഇത് 6ൽ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവണം. അത് അപ്പം അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പരിഭ്രമിക്കുന്നു വേണ്ട. ഇവിടെ കഴിഞ്ഞില്ല വെച്ചാൽ അതിനുള്ള സന്ദർഭം അപ്പം തരും. ഇവിടെ ഈ ശരീരത്തിൻ്റെ ഒരു സന്ദർഭമുണ്ട്, അതിനൊരു നിവൃത്തിയില്ല, അത് മാറ്റം വരാണ്ട് വയ്യ. ഏറിക്കഴിഞ്ഞാൽ 100 വെച്ചിട്ട്, അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ വാസന പോലില്ല, അപ്പുറത്ത് പോകാൻ സാധിക്കും. അങ്ങനെ നല്ല അവിടെ ചെന്ന് താമസിക്കും എന്ന് പറയണം. അവിടെ ചെന്ന് താമസിക്കും. നമുക്ക് കാണാൻ സാധിക്കും, കുട്ടികൾ കളിക്കുമ്പോൾ നോക്കിയാൽ അവരുടെ പൂർവ്വജന്മം എന്താണെന്നുള്ളത് കുറേ മനസ്സിലാക്കാൻ സാധിക്കും. ചില കുട്ടികൾ 2-4 ആകുമ്പോൾ ഒരു മാറോടൊക്കെ കൊണ്ടുവയ്ക്കും, എന്നിട്ട് കുറച്ച് പൂവൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒഴിക്കും. അമ്പലമാണ് പറഞ്ഞിട്ട് ചെണ്ടൊക്കെ കൊട്ടുക നടക്കുന്നുണ്ടോ. കഴിഞ്ഞ ജന്മം സാത്വികന്മാരാണ് വരും. അതാണ് ഇങ്ങനെ കളിക്കുന്നത്. അവർക്ക് അങ്ങനെ വരുള്ളൂ. അതുമാതിരി അമ്മയ്ക്ക് അച്ഛനൊക്കെ ഉണ്ടാകുന്ന വെക്കുക, എന്നിട്ട് അവർക്ക് തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കുക. അതൊക്കെ ഇങ്ങനെ കളിക്കി തീർക്കാം. നമ്മൾ എന്തോ അവരുടെ ഉള്ളിൽ സാത്വികമാണ് അധികം. വേറെ ചിലർ ഉണ്ടോ, നിങ്ങൾ കണ്ട് മണ്ണോണ്ട് തന്നെ ഇങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യാം. പൈസ കൊണ്ടുവരാൻ രജസന്മാരായിരുന്നവരൊക്കെ, രാജേശന്മാർ കഴിഞ്ഞവർ ഈ മാതിരി ചെയ്ത് പോരാന്നുണ്ടാക്കിയില്ലാണ്. 3ാമതൊരു കുട്ടിയെ കണ്ടിട്ടുണ്ട്. കുട്ടികൾ അവർ കള്ളനും പോലീസും കഴിക്കുന്നവരുണ്ട്. നിങ്ങൾ കള്ളൻ, നിങ്ങൾ പോലീസ്, അസ്റ്റല് തമസാർന്ന പഴയ ജന്മത്തിട്ട്. അതൊക്കെ അവരുടെ കളി കണ്ടാൽ അവരുടെ പണ്ടത്തെ സത്വം രജസ് തമസാണോ എന്നുള്ളത് ഇവിടെ നോക്കിയാൽ കാണാമെന്ന് പറയാം. ഇതൊക്കെ വളരെ വ്യക്തതയല്ലേ നമുക്ക് അനുഭവത്തിൽ. കുട്ടികൾ ചിലപ്പോൾ അത് മാത്രമല്ല, ചില കുട്ടികൾക്ക് സാത്വിക ആഹാരം ഇഷ്ടമുള്ളൂ, ചിലർക്ക് മുളക് രസം വലിയ ഇഷ്ടം, ചിലർക്ക് അങ്ങനെയല്ല, തനിച്ച് തമസായിട്ടുള്ള സാധനങ്ങൾ പഴതോ അല്ല അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് തിന്നാനാ മോഹം. ജീവിതം അങ്ങനെ. അപ്പോൾ ഇവിടുന്ന് കഴിയണില്ല വാസന, ഇനിയും വരുന്നു. രജസി പ്രളയംഗത്വ കർമ്മസംഖ്യഷു ജായതേ തഥാ പ്രളയന് തമസി മൂഢജോനിഷു ജായതേ. രജസിലാണ് പ്രളയം എന്നാലോ കർമ്മസംഖ്യഷു, കർമ്മം ചെയ്ത് പല കൃഷിക്കാരോ അല്ലെങ്കിൽ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും ഇല്ലേ ഓടി നടക്കുകയാണ്. കച്ചവടക്കാരൊക്കെ കണക്കിനുണ്ട എന്താണ് വൃത്തിയും കെട്ടു ധൂർത്തരായപ്പോഴും എന്താണ് വിത്തത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. ഒരു ഉറക്കമില്ല, ഒന്നുമില്ല. ഈ പണം ചെയ്ത് എന്തിനാ പോകുമ്പോൾ ഒന്നും അറിയില്ല, അതുകൊണ്ട് കൊണ്ടുപോകണം. ഒരു കഥ പറയാൻ തോന്നി എനിക്കിവിടെ. ഒരാൾ പണമൊക്കെ ഉണ്ട്, ധാരാളമുണ്ട്, പക്ഷേ സാത്വിക ഗുണം അയാൾക്ക് മനസ്സിന് സമാധാനമില്ല, വലിയ വിഷമം. അപ്പോൾ ഏകനാഥസ്വാമി എന്ന് പറഞ്ഞ ഒരാളുണ്ട് മഹാരാഷ്ട്രത്തിൽ, വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ വരും. അദ്ദേഹം ഒരു ദിവസം വഴിക്ക് വെച്ചിട്ട് ഏകനാഥസ്വാമിയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, സ്വാമി എന്തൊരു ഭാഗ്യം അങ്ങടെ, ഒരു പരിപ്രമ്പുമില്ല, ഓട്ടുമില്ല, ചാട്ടുമില്ല, സുഖമായിട്ട് അങ്ങനെ ജീവിക്കണം. എനിക്ക് പണമൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് പുറത്തില്ല, ഞാൻ എന്താ ഇങ്ങനെ വരാൻ കാരണം വെച്ചു. അപ്പോൾ അല്ല ഇതിൻ്റെ സൂത്രം എന്താ എന്ന് വെച്ചു. അപ്പോൾ സ്വാമി എടുത്ത് വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിരിക്കട്ടെ, എൻ്റെ സുഖമല്ല, തൻ്റെ ഒരു കാര്യം എനിക്കറിയാം, അതെന്താ വെച്ചു. ഇന്നെന്താ ആഴ്ച വെച്ചു. ഇന്ന് വ്യാഴാഴ്ചയാണ്, അടുത്ത വ്യാഴാഴ്ച 4 മണിക്ക് താൻ മരിക്കി, അതെനിക്കറിയാം. എന്നിട്ട് അപ്പോൾ അതിന് ശേഷമല്ലേ പിന്നെ കാര്യം കൊണ്ട് പറഞ്ഞു. ഏകനാഥസ്വാമി പറഞ്ഞ സംശയമില്ല, അതുപോലെയാണ്. ഇയാൾക്ക് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങുമെന്ന് തോന്നുന്നു. ഇനി ഒരാഴ്ചയുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ്
പണം പിരിക്കലും പകരലൊന്നും കാര്യം ഇനി പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടത് വിചാരം ആകെ പരിഭ്രമമായി ഭക്ഷണം വേണ്ടാവുന്ന മണ്ടന്മാർക്ക് വെച്ചിട്ട് ഒന്നിനെ ഒരു അലവില്ല. ഒരു പറൊക്കെ വയ്ക്കുക, വിളക്ക് വയ്ക്കുക, നാമം ചെല്ലുക, നമസ്കരിക്കുക, അത്യാവശ്യം ഭക്ഷണം കഴിക്കുക. അങ്ങനെ വെള്ളി, ശനി, ഞായർ, തിങ്കൾ കഴിഞ്ഞ് അപ്പോളിങ്ങനെ വിറക്കിയാൽ പിടിച്ചിട്ട് പോവാൻ. വ്യാഴാഴ്ച ഒരു വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ഏകനാഥസ്വാമി വന്നു. അപ്പോൾ പറഞ്ഞു, സ്വാമി എത്ര മണിക്കാണ് പോക്ക്? അപ്പോൾ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ വെച്ചു. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് എത്ര കൊണ്ടും ഈ ലഹളിയും തിരക്കൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു. അയ്യൻ്റെ സ്വാമി എവിടെ ലഹളയ്ക്ക് നേരെ പോകുകയെന്ന് വെച്ചിട്ട് വേറെ നാമം ചെല്ലാതല്ലാണ്ട് യാതൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നിനും അസൂയോ കൊന്നിട്ടോ അല്ലെങ്കിൽ പണം കെട്ടണമെന്നോ ഒന്നും വിചാരില്ല. എന്താണ് ബുദ്ധിമുട്ട് കൂടെ ഉണ്ട്, കഴിഞ്ഞു പോകണേ ഇവിടെ നിന്നുള്ള ഒറ്റ വിചാരിച്ചിട്ടുള്ളൂ. ആഹാ, താൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. എന്താ ഞാൻ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വെച്ചു? അതോ ഞാൻ വിചാരിക്കുന്നത് അടുത്ത നിമിഷത്തും മരിക്കാം അല്ലേ? അപ്പോൾ ആ ഇതൊക്കെ നല്ലതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല ചെയ്ത് കൂട്ടിക്കാണ്. തൻ്റെ വിചാരം അടുത്ത കാലത്തൊന്നും മരിക്കില്ല വെച്ചിട്ടാണ്. മരിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ ഉണ്ട് ഈ തരത്തിൽ ഇങ്ങനെ. അപ്പോൾ താൻ ശരിക്കാൻ മരിച്ചാലത്തോ? അപ്പോൾ തനിക്ക് ബുദ്ധിമുട്ട് വരാൻ കാരണം ഇത് കഴിഞ്ഞാൽ മരണം ഉണ്ടെന്നും അപ്പോൾ അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നും ഒന്നും വിചാരമില്ലാത്തതുകൊണ്ടാണ് ഈ അപകടമൊക്കെ വരുന്നത്. രജസ് വളരെ ജാസ്തിയാണ്. അതില്ലാതെയാക്കാൻ ഒരു മരുന്ന് പറഞ്ഞതാണ് ഞാൻ. അല്ലാണ്ട് ആൾക്ക് സന്തോഷമായി. കാരണം എന്താണ്, ആലയൊന്നും മാറ്റി മഹാത്മാക്കൾ ഇങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ രജസി പ്രളയംഗത്വ കർമ്മസംഖ്യഷു ജായതേ തഥാ പ്രലീനസ്തമസി മൂഢയോനീഷു ജായതേ കർമ്മണ സുഖർസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തപസ ഫലം. കർമ്മണ സുഹൃതകർമ്മങ്ങളുടെ ഫലമാണ് എന്ത്? സത്വം. നിർമ്മലം ഫലം. നിർമ്മലം മലമില്ലാത്തത്. ചളി പറഞ്ഞത് എന്താണ്? ആഗ്രഹം. മനസ്സിലെ നിർമ്മലം എന്നുള്ളത് മലമൊക്കെ ആഗ്രഹമാണ്. ഫലം രജസസ്തു ഫലം ദുഃഖം. രജസ് എന്നുള്ളത് ദുഃഖം മതിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അതാണ് ദുഃഖം. കിട്ടിയത് മതി തോന്നിയാൽ പിന്നെ ദുഃഖം വരില്ല. കിട്ടിക്കഴിഞ്ഞാൽ അത്ര കിട്ടിയില്ലല്ലോ എന്നാ. അപ്പോൾ ലോഭമാണല്ലോ ദുഃഖം. എന്താണ്? അജ്ഞാനം തമസഫലം. അജ്ഞാനം വെച്ചാൽ വിപരീത ജ്ഞാനം. ഇങ്ങനെയൊന്നുമല്ല വേണ്ടത്. നല്ലതൊന്നും പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, ചെയ്ത ആൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവിച്ചു. ആൾക്ക് അങ്ങനെയാണ് തോന്നുക. കാരണം ഒക്കെ വിപരീതം. നല്ലതായിട്ട് ഒരാളുടെ 100 ഗുണമുണ്ട്, ഒരു തെറ്റുണ്ടെങ്കിൽ അയാൾ ആ തെറ്റ് അസ്വലായിട്ട് കാണും. ഗുണമൊന്നും അയാൾ കാണില്ല. ഇതാ തമസിൻ്റെ ഗുണം. അങ്ങനെ അപ്പോൾ എന്താ, ഇയാൾക്ക് എപ്പോഴും തന്നെ വിചാരില്ലോ എല്ലാവരിലും എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവും. അപ്പോൾ നോക്കണോടത്ത് മുഴുവൻ അയാൾ തെറ്റാക്കണം. നിറയെ നല്ല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളൊക്കെ ഏകദേശം അങ്ങനെയാണ്. എനിക്ക് പത്രം വായിക്കുമ്പോൾ തോന്നാറുണ്ട്, ഈ പത്രത്തിൽ വരുന്നതൊക്കെ ഈ തമസ് കാണുന്നവരും രജസ് കാണുന്നവരും സത്വം എത്ര വീട്ടിൽ എത്ര ആൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതൊന്നും ഈ പത്രത്തിൽ വരില്ല. ഇപ്പം നമ്മളിവിടെ വീട്ടിൽ ഒരാൾ ഭക്ഷണികളായിരുന്നു, അയാൾക്ക് കഞ്ഞി കൊടുത്ത് സന്തോഷമായി എന്ന് പറഞ്ഞ പേപ്പറിൽ വരില്ല. അയാളെ 2 അടി അടിച്ചു എന്നൊരാൾ തല പൊട്ടി പറഞ്ഞാൽ പിറ്റേ ദിവസം പേപ്പറിൽ അത് റെഡിയാണ്. അപ്പോൾ ഈ പേപ്പറിൽ വരുന്നതൊക്കെ സാമാന്യമുള്ളതല്ല, അസാമാന്യമായ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. എന്നിട്ട് നമ്മളിത് വായിച്ചിട്ട് അതൊക്കെ പഠിച്ചിട്ട് നമ്മൾ വെറുതെ എന്താണ് രജസും തമസും വർദ്ധിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ പേപ്പർ വായിക്കരുതെന്ന് പറയുന്നത്. ഒരു ഉദാഹരണം തമാശ പറയുന്നുണ്ട്. ശ്രീരാമകൃഷ്ണൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇപ്പം കഴിക്കാനിരിക്കുക, അപ്പോൾ നിങ്ങൾ വരുന്നത് ചാവക്കാട്ട് കഴിക്കാനും. അപ്പോൾ അവിടെ ഞാൻ അറിയണ നിങ്ങൾക്കും അറിയേണ്ട ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇയാൾ വരുമ്പോൾ ആ ബിൽഡിംഗ് എന്തോ കാരണവശാൽ ഒരു തെങ്ങ് വീണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞു പോകുന്നു. എന്നിട്ട് ഇവിടേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ തന്നെ ആളുടെ വീടിൻ്റെ തെങ്ങ് വീണ്ട് അത് പൊളിഞ്ഞു. ഏയ് ഇല്ല പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞു? പേപ്പറിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പേപ്പറിൽ കണ്ടോണ്ട് കാര്യമില്ല, പേപ്പർ വന്നാൽ ഞാൻ കണ്ടു അത് സെറ്റില്ല, പേപ്പറിൽ വന്നിട്ടില്ല വീണിട്ടില്ല. നമ്മളങ്ങനെയാണ്. എന്തെങ്കിലും ഇവിടെ കാര്യം പറഞ്ഞാൽ പേപ്പറിലില്ല എന്നാ. പേപ്പറിൽ കള്ളത്തരല്ലാണ്ട് വേറെ അധികം വരലുന്നില്ല. ഇത് പറയുമ്പോൾ രസം വരും. ഈ രജസിൻ്റെ തമസിൻ്റെ ഈ രജസുകൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണേ. എന്താ കല്യാൺ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണാൻ വലിയ 1,00,000 ഉറുപ്പിക അത്ര ഒരു പേജിനും എന്നാ പറഞ്ഞത് ഒരു ദിവസത്തിന്. അത് കഴിഞ്ഞിട്ട് വരും. എന്നിട്ട് അവരെ കാണാം എന്താണ് എത്രയാ 100% അല്ല 50% ഡിസ്കൗണ്ട് ആണ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അത്
100 ഉറുപ്പിയുടെ സാരി 50 ഉറുപ്പിക്ക് കൊടുക്കണം, ഒരാഴ്ചയ്ക്ക് ഉള്ളൂ ഇനിയും എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പെട്ടിരിക്കുന്ന ആളിലൊക്കെ പരിഭ്രമം പോയി. കാരണം വേഗം ഒരാഴ്ച പോയി മേടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ല. അവിടെ പോയി ആവശ്യമില്ലെങ്കിലും വലിയ അവർ 4 സാരി മേടിച്ച് വയ്ക്കാമെന്നാ. അത് പോയിട്ട് അവിടെ 4 സാരി മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വലിയ ലാഭം വയ്ക്കും. അതിൻ്റെ ഉള്ളിൽ നോക്കണമെങ്കിൽ ഇപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റിന് അയാൾ കാശ് കൊടുക്കണം. എന്നിട്ട് ഇവർക്കൊക്കെ അങ്ങനെ ചുരുങ്ങിയ വിലയ്ക്ക് കൊടുത്തിട്ട് ഇയാൾ പട്ടിണിയാവാനാ ഇയാളെ പൊട്ടിക്കുന്നത്. അയാൾ കാശുണ്ടാക്കാൻ. വസ്തുത എന്താ വെച്ചാൽ 25 ഉറുപ്പിയാണ് ആ സാരിയുടെ വില. അതിന് 100 ഉറുപ്പിയാണ് ട്രക്ക് ഇടും ഏറ്റവും മുകളിൽ. അപ്പോൾ 50% കിഴിവ് കൊടുത്താലും ഇയാൾക്ക് 25 രൂപ വെച്ചാൽ 100% ലാഭമാണ്. 25 രൂപ സാരി 50 ഉറുപ്പ്യ കിട്ടിയിട്ട് 100% അയാൾക്ക് ലാഭം. ഇവരുടെ വിചാരം ലാഭത്ത് കിട്ടിയിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ പൊട്ടത്തരം! ഈ ഇങ്ങനെയുള്ള വിവരമില്ലാത്ത ആളുകളെയാണല്ലോ ഈ ഇത് സാധിക്കുള്ളൂ. പേപ്പർ കണ്ടിട്ട് എന്തൊക്കെയാണ് പേപ്പറിൽ കണ്ടുക. ഞാൻ ചിരിക്കാൻ വേണ്ടി പറയണം, റക്സോണ സോപ്പ് ഇപ്പോൾ അത്ര കാണാറില്ല. 3 ചിത്രം ഉണ്ടാവും. കറുത്തിട്ടൊരു സ്ത്രീ, കുറച്ച് കഴിയുമ്പോൾ ലേശം അങ്ങനെ വെളുപ്പായിട്ട്, കുറച്ച് മണി നല്ല വെളുത്ത സ്ത്രീ. ഇതെങ്ങനെയാണ് ഉണ്ടായിച്ചാൽ റക്സോണ സോപ്പ് തേച്ചിട്ടാന്നാ. ഇതാ കണ്ട കറുത്ത ആളുകളൊക്കെ റക്സോണ സോപ്പ് പിടിക്കുകയും ഒരു കൊല്ലം മുഴുവൻ തേച്ചാലും കറുപ്പാട്ടെ ഒരു ലെവലേശം വെളുക്കുക. ഈ സോപ്പ് തേച്ചാൽ അത് വെളുക്കുക മാത്രമല്ല. വിനോബായി ഒരു തമാശയും പറയും, ഇപ്പം കറുത്ത തോലാണെങ്കിൽ കറുത്ത ആടുന്നോട്ടെ, ആ കറുത്ത തോലിന് നമ്മൾ ലേശം ഒരു വെളുപ്പാ പറ്റേ, എന്താ ഒരു പാണ്ടേ. വലിയ ദുഃഖമാണ്. അയ്യോ തർക്കമില്ല, പാണ്ടെന്നാൽ എല്ലാങ്കിലും പാണ്ടായിട്ട് മോഹമില്ല. ഈശ്വരൻ തന്നത് എടുത്തു വെച്ചാൽ മതി. ഇതൊക്കെ ഈ രജസ് തമസെന്ന് പറയേണ്ട കഥ പറയുന്നു. ഇന്ന പുള്ളി വേണം അല്ലേ ശരീരത്തിൽ, ഈ ഷർട്ടിന് ഇന്ന പുള്ളി വേണം. അതിനും പിന്നെ വഴി പറയുന്നു. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവാൻ എന്തൊക്കെ ഈ മയിലിന് നല്ലൊരു പീലി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു പീലി തരാൻ ഭഗവാന് വിഷമമൊന്നുമില്ല. അതിങ്ങനെ ഇടയ്ക്ക് വൃത്തിയാക്കാൻ പീലായിട്ട് തന്നെ നമുക്കത് വേണ്ടാച്ചിട്ടല്ലേ ഭഗവാൻ തരാത്തത്. അതുമാതിരി ഈ നരി, പുലി, എന്തെല്ലാം പുള്ളിയുള്ള എന്ത് ഭംഗിയുള്ള എന്നിട്ട് ആമേരിലെ ഷർട്ടൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അതൊക്കെ ഇവിടെ തരാൻ ഭഗവാന് വിഷമമില്ല. നമുക്കതൊന്നും വേണ്ട, ഒരു നിറം പൊതിച്ചിട്ട് തന്നതാണ്. ഈ രജസ്സുള്ള ആൾക്ക് ആ പുള്ളി വേണം, ഈ പുള്ളി വേണം. കുമാരപ്പാജി പറയാറുണ്ട് എൻ്റെ ഇതൊക്കെ. പെണ്ണുങ്ങളാണ് പ്രത്യേകിച്ച് പറഞ്ഞവരെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. വേഗം മൃദുല ഹൃദയമാണ്, അതുകൊണ്ടാണ് അവർക്ക് ഷർട്ട് പുതിയ ജാക്കറ്റോ അല്ലോ അതിലിപ്പോൾ വലത്തെ കൈൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പാപ്പാത്തി ഉള്ളത് ഇങ്ങനെ തുന്നിയുണ്ടാകും. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു സ്റ്റാറില്ലേ അതിൻ്റെ അതിൽ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് പിറ്റേ ദിവസം അഡ്വർടൈസ്മെൻറ്റ് ഇന്ന സ്ത്രീ ഈ മാതിരി എടുക്കണം പറയും. ഇവിടെ 12 ജാക്കറ്റ് ഉണ്ടാവും. ഉടനെ പോയിട്ട് ഈ ഇത് മേടിച്ചിട്ട് ഈ പാപ്പാത്തി ഉള്ളത് ഉണ്ടാക്കി. ഒരാവശ്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. രജസ്സാണ്. അതാ ഇവിടെ നമ്മൾ അവരെ കുറ്റമല്ല, അത്ര രജസ്സാണ്. എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കി എന്നിട്ട് ഉണ്ടാക്കി ഇവിടെ ആവശ്യം അവർക്കിത് സെയിൽ ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കാനാണ്. ഇയാൾക്ക് 10-12 ഉണ്ട് ഈ ജാക്കറ്റ്, പിന്നെ ഒന്നും കൂടി. എന്നിട്ടോ മറ്റേതൊക്കെ പോവുക. ഇരപ്പിക്ക പുറതില്ലാത്ത കഥ പറയല്ലാതൊക്കെ വളരെ വളരെ ശരിയാണിതൊക്കെ. കർമ്മസ്യാഹു സാത് നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തപസഫലം സത്വാൽ സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവച പ്രമാദമോഹോ തമസോ ഭവതോ അജ്ഞാനം ഏവച. സത്വാൽ സഞ്ജായതേ ജ്ഞാനം. സത്വം കൊണ്ട് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞാൽ വസ്തുത എന്താണോ അതിനെ മനസ്സിലാക്കുക. അജ്ഞാനം എന്നുള്ളതൊന്നുമില്ല. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാൽ ജ്ഞാനായി. പാലിൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ അതിന് സംശയമില്ല, അതിനതൊക്കെ മനസ്സിലാക്കി നല്ല പാൽ നോക്കിയാൽ അറിയാം. മറ്റേതാണെങ്കിൽ അറിയില്ല ചിലർക്ക്. അപ്പോൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണോ വസ്തു അത് അതേപോലെ അറിയണതിൻ്റെ പേരാണ് ജ്ഞാനം. സത്വാൽ സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവയ. രജസ് ഉണ്ടായാൽ കിട്ടിയത് പോരാ എന്ന് ആ തോന്നലാണ് ലോഭ ഏവച. പ്രമാദമോഹം വീണ്ടും വീണ്ടും എത്ര പ്രാവശ്യം ഭഗവാൻ പറയണത്. എന്തിനാത് അങ്ങനെ? അതോ ഇതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഇതിലേക്ക് ഏതാ ഇതൊക്കെ ഉള്ളത് എന്നെ പറ്റി പറയാൻ ഇങ്ങനല്ലോ. ഒരു രസം കൂടി പറയട്ടെ. അല്ലേ, ഒരിക്കൽ 2 മഹാത്മാക്കളും, ഒന്ന് ആചാര്യ വിനോബാഭാവും, മറ്റേത് കാക്കാ സാഹേബ് കാലേൽക്കർ. ആദ്യം ഈ ഭാരതരത്നം എന്ന് കൊടുത്തത് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് വേണ്ടിയൊന്നുമില്ല, ഒരു തലയിൽ വെച്ച് കെട്ടിയതാ. എനിക്ക് വേണ്ടായിരുന്നു അദ്ദേഹം. എന്നാലും പിന്നെ അദ്ദേഹം എതിർക്കൊന്നുമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ വെച്ച് പറഞ്ഞു.
അപ്പോൾ ഒരു ദിവസം വിനോബാജി ചോദിച്ചു കാക്കാ സാഹിബ് കലർക്കോട്, അങ്ങക്ക് ഈ ഗീത ഉണ്ടല്ലോ, ഇതിൽ ഏത് അധ്യായ ഏറെ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ രസികനായിരുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ അതെ അതെ 2-ാം അധ്യായം ഉണ്ടല്ലോ, അതാണ് വളരെ പ്രധാനം എന്നാണ് വളരെ കാരണം. അതിലാണ് ജീവൻ്റെ കേമത്വം, ജ്ഞാനം, സാഖ്യം, യോഗം, അത് കഴിഞ്ഞിട്ട് സ്ഥിതപ്രജ്ഞയൊക്കെ ഉണ്ട്. ഇത്ര വലുതൊന്നുമില്ല. പല ലോകമാന്യ തിലകനും മറ്റു കൂട്ടർക്ക് കർമ്മയോഗമാണ് പ്രധാനം, 3 പ്രധാനം എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അവർക്കുണ്ട് ഈ പ്രാണായാമമൊക്കെ അഭ്യസിക്കുന്ന ആളുണ്ട്. അവരുടെ വിചാരം ധ്യാനയോഗം 6 അതിലത്തെ ഏറ്റവും, അതിലാണ് തസ്മാൽ യോഗി എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് വളരെ കേമം എന്ന് അതിനോടുണ്ട്. 9 വളരെ കേമാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ്. ഈ എന്താ ജ്ഞാനേശ്വരി ദേഹത്യാഗം ചെയ്യുമ്പോൾ ഈ 9-ാം അധ്യായം ചൊല്ലിയിട്ടാത്രേ ദേഹം തിരിച്ചെന്നൊക്കെ പറയുന്നത്. അത്ര കേമാണ്. ഗാന്ധിജി പറയാറുള്ളത് 12-ാം അധ്യായം 20 ശ്ലോകമുള്ളൂ, വളരെ കേമാണ്, അത് മാത്രമെങ്കിൽ അറിഞ്ഞാൽ മതി എന്ന് പറയും. ഗീതയെ പറ്റി പഠിച്ച ശങ്കരാചാര്യരടക്കം എല്ലാവരും പറഞ്ഞത് 15 പ്രധാനം. കാരണം പുരുഷോത്തമ യോഗമാണ്. ഇതൊന്നുമല്ല, അവസാനത്തെയാണ്. അതിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്നത് 18-ലാണ്. ഇതൊക്കെ നോക്കൂ, അദ്ദേഹം ഗീത മുഴുവൻ കാണാണ്ടേനി. എന്നിട്ട് ഇതൊന്നും ആണെന്നാണ് എനിക്ക് തോന്നണില്ല. എനിക്ക് തോന്നുന്നത് 16 നല്ലതെന്നാ ചോദിച്ചു. അവിടെയാണ് ഈ ദൈവ ആസുര സമ്പത്ത്, അസുരന്മാരെ പറ്റി വിവരിച്ചത് അവിടെയാണ്. അപ്പം എന്താ പ്രതിക്ക് ഇത്ര ഇഷ്ടം? അല്ല, അവനവനെ പറ്റി പറയുമ്പോൾ കേൾക്കുമ്പോഴാണല്ലോ ഒരു സന്തോഷം ഉണ്ടാവുക. ഞാൻ ഈ അസുരനാണ്, അപ്പം എന്നെ പറ്റി പരമധന്യാത്മാവാണ്, അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ട് പറയണത്. എന്നെ പറ്റിയിട്ട് ആ ആസുരൻ വായിച്ചിട്ട് ഇതൊന്നും ഇല്ലാണ്ട് ആക്കണമെന്ന് പറയാനാണല്ലോ ഭഗവൻ ചെയ്തത്. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അത് നോക്കിയിട്ട് ഇതൊക്കെ ഇല്ലാണ്ട് ആക്കിയിട്ട് ആരാവും? ദേവനാവണം. അതുകൊണ്ട് അതാ എനിക്കിഷ്ടം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ സാത്വികൻ കാണുന്നതൊക്കെ നല്ലതേ കാണുള്ളൂ. ദേവാസുര സമ്പത്ത് കണ്ടാലും അതില്ലാണ്ട് നേരെയാക്കണമെന്ന്. അതുകൊണ്ട് പറയാൻ കാരണം സത്വാൽ സഞ്ജായതേ ജ്ഞാനം. സത്വം ഉണ്ടായ ആൾക്ക് ജ്ഞാനം ഉണ്ടാവും. രജസോ ലോഭ ഏവച, അതിലെ പറഞ്ഞപ്പോൾ നമ്മൾ പ്രമാദമോഹോ തമസ ഭവതോ അജ്ഞാനം ഏവച. ഇവര് ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ടന്തി രാജസ ജഗന്യഗുണവൃത്തിസ്ഥ അഥോ ഗച്ഛന്തി താമസ. ഊർധ്വം മുകളിലേക്ക് എന്നല്ല, ഈ മുകളിൽ പറഞ്ഞാൽ ഈ ഹൈ എന്നർത്ഥമല്ല, ചിന്ത കാര്യങ്ങളൊക്കെ മേലെ മേലുണ്ട്. നമ്മൾ പറയില്ലേ ഈ ഹൈ കമാൻഡ് അല്ലെങ്കിൽ ഹൈ കോർട്ട് എന്ന് പറഞ്ഞാൽ മുകളിലൊന്നും തന്നെ ഇവിടെ വരാൻ കൊണ്ട് ആ ഊർധ്വം ഗച്ഛന്തി മുകളിലേക്ക് പോകണമെന്ന് വെച്ചാൽ സത്വത്തിലേക്ക്, സത്വസ്ഥ മധ്യേ തിഷ്ടന്തി രാജസ. അയാൾ ജഘന്യഗുണം, ജഘനം എന്ന് പറയുന്ന നടുക്കിൽ ഉൽപ്പാദനം ഒക്കെ ഇവിടെയാണല്ലോ, ആ മാതിരി കാര്യത്തിലാണ് അയാൾ നിൽക്കുക. പിന്നെ അധോ ഗച്ഛന്തി താമസ. ഇവിടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അവിടെ രാജസനെ പറ്റി പറയുമ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയണല്ലോ. ഈ ചക്കിന് കെട്ടിയ കാളയെ പോലെയാണ് ചക്ക്. ഇപ്പോൾ ചക്ക ആളുകൾക്ക് അറിയില്ല. പണ്ട് എണ്ണയാട്ടാനൊക്കെ ഒരു കാളങ്ങനെ തിരിഞ്ഞ് അങ്ങനെയാണല്ലോ. അപ്പോൾ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ കാള നടക്കും. എവിടെയാണ് എത്തി ചോദിച്ചാൽ പുറപ്പെട്ടോടത്ത് തന്നെ ഇങ്ങനെ വട്ടം ചുറ്റാണ്. പിന്നെ അങ്ങനെ അല്ലാണ്ട് വിട്ടുക. അതുപോലെയാണ് രജസന്മാർ. ഒരുപാട് പണിയെടുക്കും മരിക്കണ വരെ. എവിടെ എത്തിച്ചാൽ അവിടെ തന്നെയാണ്, ഒന്നും മാറുണ്ടായില്ല, ഒരു വ്യത്യാസം ഉണ്ടായില്ല. അത് ഞാൻ 3 കാളകാലിയെ പറ്റി പറയുന്നുണ്ട്. അധോ ഗച്ഛന്ത മരുത് ഒരു തരം എന്താ ഒന്നും പറഞ്ഞാൽ കൂട്ടാക്കാത്ത ചില കാളകളുണ്ട്. അവിടെ കിടക്കുള്ളൂ, അതിന് തല്ലിയാലും കൂട്ടാക്കുകയില്ല, അവിടെ കൊന്നാൽ കൊണ്ട് നീക്കില്ല. അങ്ങനെ ചിലരുണ്ട്. അത് ഈ തമസുള്ള. മറ്റേത് രജസുള്ളത് ചക്കന് കൊണ്ടുപോരാ. മറ്റേത് സത്തുള്ള ആൾ കാളവണ്ടി പോലെ നല്ല വണ്ടി കൊണ്ടുപോയാൽ അവിടെ എത്തിച്ചേരും. അതുവരെ അങ്ങനെ സാധിക്കും. കാള തന്നെയാണ്, കാള നല്ലത് തന്നെയാണെങ്കിലും അതിൻ്റെ ഗുണങ്ങളനുസരിച്ച് നമ്മളും ഇപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത്, ഞാൻ ഏത് കാളയാണെന്നുള്ളത് നോക്കാൻ ഭേദം. ഈ മടിയന്ന കാളയാണോ അതോ വട്ടം ചേരുന്ന കാളയാണോ അതോ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുന്ന സാധ്യതയാണോ, ഇത് സാധിക്കുകയാണ് അർത്ഥം.